Hi all, good morning and welcome to Afa's Wellness Tip internship class. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഒത്തിരി മെസ്സേജ് പേഴ്സണലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫാമിലി തെറാപ്പിയുടെ ബാക്കി കാര്യങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ടൈപ്പ് ഇന്റേൺഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തന്നിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഓൺലൈൻ ആണെങ്കിലും നമ്മൾ പരീക്ഷണാർത്ഥമാണ് കഴിഞ്ഞ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമായിട്ടാണ് ടിപ്പ് 21st ബാച്ച് ആയിരുന്നു ഞങ്ങൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഡിപ്പിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്ത ഒരു ബാച്ച് ആ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. ഐ തിങ്ക് ഒരു 17 അടുത്ത കുട്ടികൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ആയതാണ്. അറിയാം ഓൾറെഡി ഉള്ളതായാലും ഈ ഗ്രൂപ്പിൽ അറിയില്ല. ഞങ്ങൾ ഏറ്റവും സക്സസ്ഫുൾ ബാച്ച് ആയിരുന്നു. കാരണം ഓഫ്ലൈനോളം തന്നെ നമുക്ക് കണ്ടൻസ് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആക്കിയിട്ടാണ് ഈ ഒരു വർഷം ഈ ഒരു ബാച്ച് മുതൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്ത മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇന്റേൺഷിപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മള് 5 വർഷം തിയറീസും കാര്യങ്ങളൊക്കെ പഠിക്കുമെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണെന്നറിയോ, ഒരു പേഷ്യന്റ് റൂമിലേക്ക് കടന്നു വരുമ്പോൾ മുതൽ ഒരു സൈക്കോളജിസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ആ സൈക്കോളജിസ്റ്റ് എങ്ങനെ ചിരിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെയാണ് അവരോട് സംസാരിക്കുക. 1 മണിക്കൂർ സൈക്കോളജി സെഷനിൽ ഓരോ സ്ട്രക്ചർ ഉണ്ട്, സെഷൻസ് ആയിട്ട് സ്ട്രക്ചർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ സമയത്തും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് നമ്മുടെ ടൈപ്പ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ തെറാപ്പീസിന്റെയും ഓവർവ്യൂ തരുന്നുണ്ട്. അത് കൂടാതെ ബിഹേവിയർ തെറാപ്പിക്ക് സ്പെഷ്യൽ ആയിട്ട് ബിഹേവിയർ തെറാപ്പിസ്റ്റിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോ നമ്മൾ ഫാമിലി തെറാപ്പി എടുക്കുന്നുണ്ട് അല്ലെ, നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാമിലി തെറാപ്പി എടുക്കുന്ന സമയത്ത് നമുക്ക് മസ്റ്റ് ആയിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഫാമിലി തെറാപ്പിയുടെ ലോസ്, അതായത് നിയമവശങ്ങൾ. കാരണം ഒരു കപ്പിൾസ് വരുന്ന സമയത്ത് കപ്പിൾസ് വിപരീതമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ലോക്ക് എതിരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസിന്റെ കൂട്ടത്തിൽ പെടുത്തിട്ടുണ്ട് ബോഡി ഷേമിങ്, അതുപോലെ കുറെ ലോസ് ഉണ്ട്, അത് നമുക്കറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അഡ്വക്കേറ്റ് അമൃതയുടെ ക്ലാസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ എല്ലാ ഡിസോർഡേഴ്സും, അതായത് ഇപ്പൊ നമ്മള് പുസ്തകത്തിൽ പഠിക്കുക ഡിപ്രഷൻ എന്നാൽ ഹോപ്പ്ലെസ്നെസ് ആണ്, ഹെൽപ്ലെസ്നെസ് ആണ്, വർത്ത്ലെസ്നെസ് ആണ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പ്ലഷറബിൾ ആക്ടിവിറ്റീസ് ആണെന്നൊക്കെയാണ്. ഇതൊരു പേഷ്യന്റ് വന്ന് പറയും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പൊ പേഷ്യന്റ് പറയുന്ന സിംറ്റംസ് വെച്ചിട്ട് അത് ഏത് ഡിസോർഡർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യാന്, അതുപോലെ തന്നെ ചില ഡിസോർഡറുകൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും അത് എത്രത്തോളം സിവിയാരിറ്റി ഉണ്ട് എന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പൊ നമ്മൾ ഡിപ്രഷൻ ഹാംഡി വെച്ച് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ആൻസൈറ്റി ഹാമെ വെച്ച് ചെയ്യാറുണ്ട്, LD ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ ADHD ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ ADHD ടെസ്റ്റ് ചെയ്ത്, ഇന്നലെ ക്ലാസ്സിലുണ്ടായ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? നമ്മൾ ഇന്നലെ ADHD എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോ നമുക്ക് ഫാമിലി തെറാപ്പിയും CBT മാത്രമാണ് താങ്ക് യു സോ മച്ച്. അറിയാൻ തന്നെ കാണാൻ വന്നിട്ടോ. ഉണ്ടായിരുന്നു, ഞാൻ രാവിലെ അത് കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആണ്. ട്രെയിനിങ് ഇന്റേൺഷിപ്പ് ഇൻ സൈക്കോളജി എസെൻഷ്യൽ ആണ്. എക്സ്ക്ലൂസീവ് ട്രെയിനിങ് ആണ്. ഇത് ആർക്കൊക്കെ ചെയ്യാം? ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതലുള്ള കുട്ടികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ ഹെഡ് ആയിട്ട് നിൽക്കുന്ന. പിന്നെ നമുക്ക് നമ്മുടെ HR ഉണ്ട്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് മൈത്രേയ ഉണ്ട്, ആഷ്മി ഉണ്ട്, അഡ്വക്കേറ്റ് അമൃതയുടെ ക്ലാസ് വരുന്നുണ്ട്. നമ്മുടെ തന്നെ ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, ചൈൽഡിന്റെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്ന സൈക്കോളജിസ്റ്റ് അദീബയുടെ ക്ലാസ് വരുന്നുണ്ട്, ഫാത്തിമ ഷെറിൻ ഉണ്ട്, നമ്മുടെ ന്യൂ കമർ ആയിട്ടുള്ള ലക്ഷ്മിപ്രിയ. ഇത്രയും ഒരു ടീമിന്റെ ക്ലാസ്സസ് ആണ് വരുന്നത്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് കൗൺസിലിംഗ് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു പേഷ്യന്റിന്റെ കേസ് ഹിസ്റ്ററി എടുക്കുക, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെയ്യുക, കൗൺസിലിംഗിന് കേസ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും, എല്ലാ സൈക്കോതെറാപ്പീസും ഒട്ടുമിക്ക സൈക്കോതെറാപ്പീസും ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, എല്ലാ ഡിസോർഡേഴ്സും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ സെക്ഷൽ ഡിസോർഡേഴ്സ് വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ മെന്റൽ ഹോസ്പിറ്റൽ വിസിറ്റ്, അതായത് നിങ്ങൾക്ക് റിയൽ പേഷ്യൻസിന്റെ അടുത്ത് പോയിട്ട് കേസ് എടുക്കാനുള്ള അവസരം. ഇവിടെ വന്ന് ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഓൺലൈൻ ഇന്റേൺഷിപ്പിൽ? ഇവിടെ രമ്യൊക്കെ ഉണ്ടോ ഇതിന്റെ കൂട്ടത്തില്? അതായത് നമ്മൾ ഓൺലൈൻ ഇന്റേൺഷിപ്പിൽ മാനസിൽ വന്ന് ചെയ്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? Yes, ma'am. Yes.
സീമയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇവിടെ വന്നു ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ എക്സ്പേർട്ട് കേസ് ഡിസ്കഷന്, മോക്ക് കേസ് പ്രസന്റേഷന്, അതുപോലെ തന്നെ എന്തൊക്കെ സാധ്യതകൾ ഈ ഒരു സൈക്കോളജി കരിയറിൽ ഉണ്ട്. നമുക്ക് അയച്ചു തരുമല്ലോ അഡ്മിഷൻ എടുത്താൽ തന്നെ. എന്തോ ക്ലോസ് ആയിട്ടില്ല. പിന്നെ ഡേ ടു ഡേ ലൈഫിലെ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് ഞാൻ പറഞ്ഞ ഡിപ്രഷൻ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക, പിന്നെ ആൻസൈറ്റി എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക, ADHD എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക, LD എങ്ങനെയാ ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ സിലബസ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല, ഞാൻ ബ്രോഷർ എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്ത് തരാം. ഒരു സൈക്കോളജിസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ടൈപ്പ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. പലർക്കും പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, കാരണം കുട്ടികളും തിരക്കും ദൂരസ്ഥലത്തും. പക്ഷെ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇവിടെ ഓൺലൈൻ ഇന്റേൺഷിപ്പ് ഇപ്പൊ എന്റെ ടൈപ്പ് 21 ആരൊക്കെ ഉണ്ട് ഒന്ന് ജസ്റ്റ് പറയാവോ? ജസ്റ്റ് ഒന്ന്. സീമ അല്ലാതെ വേറെ ആരൊക്കെ ഉണ്ട് ടൈപ്പ് 21 രേഖയൊന്നും ഇല്ല ഇന്ന്? യെസ്, അനഘയുണ്ട്. വേറെ ആരും ഇല്ലേ? കുറെ പേര് നമ്മുടെ റെക്കോർഡിങ്സ് കാണുന്നവരാണ് കേട്ടോ. സുബ്രഹ്മണ്യൻ സാർ ഉണ്ട്. കുറെ ആളുകൾ റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അവരോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ് ചോദിക്കുന്നത്. അതെ, ഓൺലൈൻ ഇന്റേൺഷിപ്പ്. ഇവരൊക്കെ ഓൺലൈൻ ഇന്റേൺഷിപ്പിലാണ് വന്നത്. സീമ, അനഘ, സുബ്രഹ്മണ്യൻ സാർ. ഞാൻ ഓൺലൈനിലാണ് ചെയ്തത്. ഇപ്പം റെക്കോർഡിങ്സ് കേൾക്കുന്നുണ്ട്. Yes. How do you feel, Shahzada? Ma'am, it's amazing. എന്താ പറയാ, എല്ലാം ലൈക്ക് പ്രിസൈസ്ലി ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് ഓരോ സെന്റൻസസും കാര്യങ്ങളെല്ലാം. സോ സൈക്കോളജി ആയിട്ട് ഒരു ഐഡിയ ഇല്ലാത്ത ഞാനാണ്. ബട്ട് ആ ഒരു അസസ്മെന്റും എങ്ങനെ ചെയ്യണ്ടേ ആക്കണ്ടേ എന്നുള്ളത് പറഞ്ഞു തരുമ്പം കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. I'll become a psychologist എന്നുള്ള. റെക്കോർഡിങ്സ് ആണ് കേൾക്കുന്നത്, എന്നാൽ പോലും റെക്കോർഡിങ്സ് ആണെന്നുള്ള തോന്നലുകൾ നമ്മൾ ഉണ്ടാക്കാറില്ല. അല്ലേ ഷഹസാദ? Yes, ma'am. Okay. Thank you, Shahzada. Okay, thank you. Seema, how do you feel, Seema? എനിക്ക് സൈക്കോളജി ഇഷ്ടപ്പെട്ട് വന്നതാ. പക്ഷെ ഇന്റേൺഷിപ്പ് ചേർന്നതിന് ശേഷമാണ് ഇത് എന്തൊക്കെയാണെന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവാൻ തുടങ്ങിയത്. വെരി ഇൻട്രസ്റ്റിംഗ്. എല്ലാ ക്ലാസ്സും ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ റെക്കോർഡിങ്സ് കേൾക്കും. വളരെ ലൈവിൽ ഉണ്ടാവുന്ന ആളാണ് സുബ്രഹ്മണ്യൻ സാർ. അദ്ദേഹത്തിന് അധികം ഞാൻ ലൈവിൽ കാണാറില്ല. എന്താണ്? താങ്ക് യു മാം. ഞാൻ സൈക്കോളജി സെക്ഷനിലെ അല്ല, ഞാൻ ടെലികമ്മ്യൂണിക്കേഷൻ റിട്ടയർ ചെയ്ത് വന്നയാളാണ്. സൈക്കോളജിന്റെ ബാലപാഠം ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. എന്താണ് നമ്മുടെ ടൈപ്പ് ഇന്റേൺഷിപ്പ് ഓൺലൈനിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മൺഡേ ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി, ജോയിൻ ചെയ്യാം കേട്ടോ. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. ഓൺലൈൻ ആണ്. നമുക്ക് 3500 ആണ് 1 മന്ത് ഇന്റേൺഷിപ്പിന് വരുന്നത്. പക്ഷെ 1 മന്ത് കൊണ്ട് തീരില്ല കേട്ടോ, കാരണം ഡെയിലി 1 അവർ അല്ലല്ലോ, 2.5 മന്ത്സോളം പോകും. സർട്ടിഫിക്കറ്റിൽ 1 മന്ത് എന്നാണ് നമ്മൾ കാണിക്കുക. ബിക്കോസ് ആ ഒരു 1 മന്തിന്റെ കണ്ടന്റ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. അല്ല, ഓഫ്ലൈന് 5000 ആണ് വരുന്നത് 1 മന്ത്. കിറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ മാം. ഓ, ഇതിന്റെ ടൈം എപ്പോഴായിരിക്കും ഇന്റേൺഷിപ്പ്? അത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. അമീനൊക്കെ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മള് മെജോറിറ്റി ആളുകളുടെ സൗകര്യാർത്ഥാണ് ഡിസൈൻ ചെയ്യാം കേട്ടോ. വൈകിട്ടായിരിക്കും എന്തായാലും. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓ ഒരു കാര്യം ചോദിച്ചോട്ടെ, CBT ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ, അത് എപ്പോഴായിരിക്കും? സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഓഗസ്റ്റിലായിരിക്കും വരുന്നത് കേട്ടോ. അറിയിക്കും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓഫ്ലൈൻ നമ്മള് മൺഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൺലൈൻ അത് കഴിഞ്ഞിട്ടാണ് പ്ലാൻ. നോക്കിയേ, കോമൺ മിത്സ് ആയിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്.
ഫസ്റ്റ് ഇയർ ജസീല, ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും തേർഡ് ഇയർ കഴിഞ്ഞവരായാലും ഞാൻ ഏറ്റവും സജസ്റ്റ് ചെയ്യും ഫസ്റ്റ് ഇയറിനെ ജോയിൻ ചെയ്യുന്നതാണ്. തേർഡ് ഇയറിൽ ഏറ്റവും നല്ലതാണ്. കാരണം തേർഡ് ഇയറിൽ പല ഡിസോർഡേഴ്സ്, ഇപ്പൊ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പോയവരൊക്കെ പറഞ്ഞു മാം അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ 1ഉം 2ഉം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി, കൗൺസിലിംഗ് നല്ല ഈസി ആയിട്ട് പറ്റിയിട്ട് നമ്മൾ അത്രയും പ്രിസൈസ് ആയിട്ടാണ് എല്ലാം പഠിപ്പിക്കുക. എല്ലാം നിങ്ങള് ഓൺലൈൻ ഇന്റേൺഷിപ്പ് ചെയ്ത്, ഞാൻ ചുമ്മാ പറയല്ല, അല്ലെങ്കിൽ ഇവരെ സീനിയർ ആയിക്കോട്ടെ, സുബ്രഹ്മണ്യൻ സാർ ആയിക്കോട്ടെ, ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിക്കുക, അല്ലെങ്കിൽ ഞാനൊരു പ്രമോഷൻ ചെയ്യിച്ചല്ല. ചോദിച്ചു കഴിഞ്ഞാലും നമ്മളെ ഇന്റേൺഷിപ്പ് എത്രത്തോളം ഷെഫ് ഉണ്ടോന്ന് അറിയില്ല, ഷെഫൊക്കെ അറിയാം, എപ്പോഴും ലൈവിൽ കയറണം. നമ്മള് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അത് നമ്മളെ സിലബസ് വളരെ വാസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് തീരാത്തത്. വാസ്റ്റ് ആണ്. അതിന് കൂടെ നമ്മൾ ഡിസ്കഷൻസ് അല്ലെ, നമ്മൾ അന്ന് മാരേജ് കോമൺ ബ്രേക്ക് ഉണ്ട് മാം. മിക്സ് പറഞ്ഞു പോയി. അതുപോലെ പോണം. ക്ലാസ് നമ്മള് ബുക്കിലുള്ളത് അത് ഞാൻ പഠിപ്പിക്കുമ്പോ കേസസ് ഒക്കെ പറയാറുണ്ട്. I'm really sorry. എന്റെ നെറ്റ്വർക്ക് കട്ടായതാട്ടോ. ഇവിടെ നല്ല മഴയാണ്, അതാണ് തോന്നുന്നു എന്റെ നെറ്റ്വർക്ക് ഒന്ന് കട്ടായതാണ്. പറഞ്ഞി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മള് കോമൺ മിക്സ് പറഞ്ഞിട്ടായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. അതായത് നമ്മൾ 10ഓളം മിക്സ് എടുത്തു. അത് ഏതൊക്കെയായിരുന്നു? മാരേജ് വിൽ ഫിക്സ് ഓൾ പ്രോബ്ലംസ്, ഹാപ്പി കപ്പിൾസ് നെവർ for every partner will change, a perfect marriage is effortless. ഇനി 9ാമത്തെ മിത്താണ്, ഇഫ് യു മാരി ദ റൈറ്റ് പേഴ്സൺ എവറിത്തിങ് വിൽ ബി ഈസി. ഇപ്പൊ നമുക്ക് വളരെ കംഫർട്ട് ആയിട്ടുള്ള, ചിലപ്പോൾ നമുക്ക് ഒത്തൊരാളെ എല്ലാം കൊണ്ടും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരാളെ കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് ആയിക്കോട്ടെ, ആളുടെ സ്വഭാവം ആയിക്കോട്ടെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ കിട്ടിയെന്ന് വിചാരിക്കാം. അവിടെ തീരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ ഓഫ്ലൈനിൽ ചുമ്മാ തമാശ പോലെ പറഞ്ഞു കൊടുക്കും. ഇപ്പം സുധിയും മിനിയും ഒന്നാവുന്നുണ്ട് അനിയത്തി പ്രാവലി അല്ലെ. അവർ അത്രയും കംഫർട്ട് ആയത്, രണ്ടുപേരും ഭയങ്കര പ്രണയമായിരുന്നു. ആ ഒന്നാവുന്ന വരെ നമ്മൾ കാണുന്നുള്ളൂ. സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അപ്പൊ അവർ റൈറ്റ് പേഴ്സൺസ് രണ്ടുപേരും ഒന്നായി. അവിടെ തീരുന്നില്ല. ഈവൻ ദ മോസ്റ്റ് കമ്പാറ്റബിൾ കപ്പിൾ ഫേസ് ചാലഞ്ചസ്. എത്ര ബ്യൂട്ടിഫുൾ ലൈഫാണ് ലീഡ് ചെയ്യുന്നത് പറഞ്ഞാലും അവിടെയും ചാലഞ്ചസ് ഉണ്ടാവും. ലവ് ആൻഡ് കമ്പാറ്റബിലിറ്റി ഹെൽപ്പ്, ബട്ട് സ്കിൽസ് ലൈക്ക് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പേഷ്യൻസ് ആർ എസെൻഷ്യൽ. കണ്ടോ, നമ്മുടെ പരസ്പരമുള്ള സ്നേഹവും അതുപോലെ തന്നെ കമ്പാറ്റബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യും?
ഹെൽപ്പ് ചെയ്യും നമ്മുടെ ബന്ധം മുന്നോട്ടേക്ക് നിലനിർത്താൻ. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യുക, നമുക്ക് പേഷ്യൻസ്, മറ്റേ ആള്. ഞാൻ എപ്പോഴും അടുത്ത് ഓൺലൈൻ കൺസൾട്ടേഷന് വരുന്ന ഫാമിലിനോട് പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ മറുപടി പറയാൻ വേണ്ടി അപ്പുറത്തെ ആള് പറയുന്നത് കേൾക്കാതിരിക്കും. ഇപ്പൊ എപ്പോഴും നമ്മൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാവുക കപ്പിൾസ് ചെയ്യേണ്ടറിയോ, ലൂപ്പ് ഹോൾസ് ഇട്ട് അങ്ങോട്ട് ആർഗ്യൂ ചെയ്യാനാണ്. ഇത് നമ്മൾ കോർട്ടായിട്ടാണ് കണക്കാണ്, വാദിച്ച് ജയിക്കാന്നുള്ളതാണ്. അല്ല, നമ്മൾ അപ്പുറത്തെ ആളുടെ ഫീലിങ്സ് മനസ്സിലാക്കാം. അപ്പുറത്തെ ആളുടെ ഈ അടുത്തൊരു കപ്പിൾസ് വന്നു, അപ്പൊ പുള്ളിക്കാരന്റെ സെക്കൻഡ് മാരേജ് ആണ്, പുള്ളിക്കാരുടെയും സെക്കൻഡ് മാരേജ് ആണ്. രണ്ട് ഒരാൾക്ക് അപ്പുറത്തെ ആളുടെ ബോഡി ഷേപ്പ് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല, അതായത് ഹസ്ബൻഡിന്റെ വൈഫിന്റെ തടി അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പൊ ആളത് ഇപ്പുറത്തെ ആളോട് ഇങ്ങനെ പറയുന്നുണ്ട്. ആള് പറയുന്നത്, ഞാൻ അവളുടെ ഹെൽത്തിന് വേണ്ടി പറയാണ്, അവളെ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി പറയാണ് എന്നാണ്. പോലെയാണ് അത്, ആരായാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ മെലിഞ്ഞിരിക്കുന്ന ആള് ചിലപ്പോ പ്രസവം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് വണ്ണം വെക്കും. അപ്പോഴേക്കും ആ ഒരു ഡിസ്കംഫേർട്ട് നമ്മൾ തമ്മിൽ പറയുന്ന സമയത്ത് അതൊരു മറ്റേ ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് അപ്പോളജൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോ കല്യാണം കഴിയുമ്പോൾ മുടി ഉണ്ടാവും, കുറെ കഴിയും. അങ്ങനെ ഒരു കേസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. He started an extramarital affair because he loses his hair. അയാൾക്ക് നന്നായിട്ട് കല്യാണം കഴിക്കുമ്പോൾ ആൾ കഷണ്ടിയാകും. അയാൾ എന്നോട് ചോദിച്ചു, മാം എന്റെ മുടി പോയത് ഞാൻ കാരണമാണോ? എനിക്ക് അങ്ങനെ വന്നു. പിന്നെ പറഞ്ഞു, എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള കാശൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് 3 മാസം, ആള് നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളാ, 3 മാസം എനിക്ക് നാട്ടിൽ അടുപ്പിച്ച് നിൽക്കേണ്ടി വരും. അതിപ്പോ എനിക്ക് പറ്റില്ല, ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തോളാം, ഇപ്പൊ ഞാൻ തൊപ്പി വെച്ച് നടത്താം. She started an extramarital affair which eventually ended up in divorce. അപ്പോ ലവ് ആൻഡ് കമ്പാറ്റബിൾ മാത്രമല്ല, പ്രോബ്ലം സോൾവിങ്ങും പേഷ്യൻസും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. The right person is someone who is willing to work on the relationship with you. ആരാണ് റൈറ്റ് പേഴ്സൺ? അതായത് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പം അത് നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ആരാണോ ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതാണ് ഒരു ഹെൽത്തി റിലേഷൻ. രണ്ടുപേരും ഇപ്പൊ നമ്മൾ എത്ര സ്നേഹമുള്ളവർ അടുപ്പുള്ളവരാണെങ്കിലും രണ്ട് വ്യക്തികളാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് പേഷ്യൻസും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ വെച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോവാ. അല്ലാത്ത പക്ഷം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാത്തവരായിരിക്കും, നിങ്ങളുടെ മക്കൾ ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ പോകുന്നവരായിരിക്കാം. നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു സങ്കല്പമുണ്ട്. അപ്പൊ അതിന് വിപരീതമായിട്ടുള്ള ഒരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഫിസിക്കൽ അപ്പിയറൻസിന് നിങ്ങൾ ഒട്ടും പ്രാധാന്യം കൊടുക്കാതിരിക്കരുത് എന്നാണ് പറയാനുള്ളത്. ഞാൻ കുറച്ച് കേസസിൽ ഞാൻ ഭയങ്കരമായിട്ട് കണ്ടുവന്നിട്ടുള്ള കാര്യമാണ്, ഈ ഫിസിക്കൽ അപ്പിയറൻസ് ഇഷ്ടമല്ലാതെ കല്യാണത്തിന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിയിട്ട് കല്യാണം കഴിക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മാം വോയിസ് ബ്രേക്ക് ആണ്. ഞാൻ ശരിക്കും ഓക്കെ, ഈ അടുത്തൊരു കേസിൽ ഞാൻ കണ്ട കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ കുട്ടി എന്നോട് ഒരു ഡിസിഷൻ മേക്കിങ്ങിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഭയങ്കര കംഫർട്ടാണ്, ആള് നല്ലതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ആളുടെ മനസ്സിൽ ഹൈറ്റ് ഉള്ള ഒരാളാണ്. ഈ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ സെയിം ഹൈറ്റ് ആണ്. ഇപ്പം രണ്ടുപേരും വേറെ വേറെ നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ഹൈറ്റ് എന്ന് വിചാരിക്കും. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടല്ല, നിങ്ങൾ സംസാരിക്കും, ഇപ്പൊ കമ്മിറ്റഡ് ആവണ്ട, നിങ്ങൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ആ കുട്ടിക്ക് ഫീൽ ചെയ്യാ, എന്താ പറയാ, നോട്ട് ആളുടെ അപ്പുറത്തുള്ള എന്ത് കാര്യങ്ങൾ അന്ന് തന്നെ നമുക്കൊരു ഇഷ്ടക്കേട് അവിടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ വരുന്നൊക്കെ ആ കോളത്തിലേക്ക് ഇടാനുള്ള ചാൻസസ് ഉണ്ട്.
കേൾക്കുന്നില്ല മാം. മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. താങ്ക് യു ഫോർ വെയിറ്റിംഗ് മീ. എനിക്ക് അറിഞ്ഞൂടാ, നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ പെട്ടുപോയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇനിയും വരികയാണെങ്കിൽ ഐ വിൽ പോസ്റ്റ്പോൺ ദ ക്ലാസ്. ഓക്കെ, ഈ ഒരു ഇപ്പൊ ക്ലാസ്സിൽ സാധാരണ വരാത്തൊരു സംഭവമാണ്. നമുക്ക് ഒട്ടും നെറ്റ്വർക്ക് ഇഷ്യൂ വരാറില്ല. ബട്ട് എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ ഇച്ചിരി നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത്. അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. ചില പാരന്റ്സ് വന്നിട്ട് പറയും, അവനെന്താ കളറില്ലേ, അവക്കെന്താ അവന് ഇഷ്ടമില്ലാത്തത്, അവനെന്താ കളറില്ലേ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ കളറ് ഇഷ്ടമുള്ള ആളാണെങ്കിലല്ലേ ആ കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാളെ കല്യാണം കഴിക്കണം എന്ന് തോന്നിയ സമയത്ത് എന്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ബ്രൗൺ സ്കിൻ ആണ് പുരുഷന്മാരുടെ ഇഷ്ടം. എനിക്ക് ഒത്തിരി കളറുള്ള പുരുഷന്മാരോട് എനിക്ക് ഇതുവരെ ഒരു അട്രാക്ഷനും തോന്നിയിട്ടില്ല. അപ്പൊ എന്നോട് ചോദിക്കും കളറുള്ള, അപ്പൊ എനിക്കത് ഡിസ്പ്ലേ പീസ് പോലാന്ന് ഞാൻ പറയും. ഡിസ്പ്ലേക്ക് വെച്ച ചിലതൊക്കെ നമ്മൾ കാണും, പക്ഷെ അത് എനിക്ക് എടുക്കണമെന്ന് ഞാൻ പറയും, എനിക്ക് വേണ്ട. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ് മാറ്റേഴ്സ്. നമ്മളെ സങ്കല്പത്തിൽ ഒരാളുണ്ട്, അറ്റ്ലീസ്റ്റ് അതിനോട് മാച്ച് ആവുന്ന ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ അത് പിന്നീട് അത് നമ്മളെ ജീവിതത്തിൽ ബാധിക്കുന്ന രീതിയിലാവരുത്. കുറച്ച് കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവര് ഫസ്റ്റ് കാണാൻ വന്നപ്പോഴേ പറഞ്ഞതാണ്, ആ പയ്യനെ അപ്പൊ ഇവർക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. നമ്മൾ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചതാണ്. കല്യാണം അല്ല, നിക്കാഹ് കഴിഞ്ഞു. ഭയങ്കര കൈമോസ് ആയിട്ടാണ് അത് ഡിവോഴ്സ് ആയത്. ആ പയ്യൻ അവിടെ കുറെ സഫർ ചെയ്തു. അപ്പൊ പിന്നെ പയ്യന്റെ കുറ്റവും കുറവൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആ ഉമ്മനോട് പറഞ്ഞു, നിങ്ങളോട് ഈ കൊച്ചു പെണ്ണ് കാണാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ ആ കൊച്ചിന് ആ പയ്യനെ ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞു വന്നതാണ്, ഇഫ് യു മാരി ദ റൈറ്റ് പേഴ്സൺ, ഇങ്ങനെയൊക്കെ റൈറ്റ് പേഴ്സണെ നമ്മൾ കല്യാണം കഴിച്ചത് വെച്ചിട്ടും എവറിത്തിങ് വിൽ ബി ഈസി എന്ന് പറയുന്നത് മിത്താണ്. ഇപ്പൊ നമ്മൾ ചില കപ്പിൾസ് നമ്മളോട് വന്ന് പറയും, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്നേഹിച്ച് ഞങ്ങൾ ഇത്രയും ഇതായിട്ട് കല്യാണം കഴിച്ചില്ലേ, പിന്നെ എന്താ പ്രശ്നങ്ങൾ? അപ്പോഴും പറയണം, എത്ര റൈറ്റ് പേഴ്സൺ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങും നമ്മുടെ പേഷ്യൻസും ഒക്കെ വളരെ പ്രധാനമാണ്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? Okay, ma'am. വെരി ഗുഡ്. ഇനി അടുത്തതാണ് മാരേജ് കിൽ റൊമാൻസ്. ഭയങ്കര മടിയാണ് ഒന്ന് റൊമാൻറ്റിക് ആവാന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് റൊമാൻസ് പ്രായം കൂടുന്തോറും കൂടണം എന്നാണ് ഞാൻ പറയാറുള്ളത്. അത് ഒരു കുഞ്ഞു പൂ കൊണ്ട് തരുന്നത് മുതല് ചായ കുടിക്കാൻ പോവാം എന്ന് പറയുന്നത് പോലും റൊമാൻസ് ആണ്. കുഞ്ഞു കുഞ്ഞു ഗസ്റ്റേഴ്സ്, ഇപ്പൊ കിച്ചണിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ പോയി ഒരു ഉമ്മ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒന്ന് കൈ പിടിച്ച് നടക്കുന്നത്, അല്ലെങ്കിൽ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നത്, അതൊക്കെ റൊമാൻസ് ആണ്. അപ്പൊ പല ആളുകളും കല്യാണത്തിന് ശേഷം റൊമാൻസ്, ഇപ്പൊ പല ആളുകളും കുട്ടികളുടെ മുന്നിൽ ഒട്ടും കാണിക്കില്ല. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ നിങ്ങളുടെ റൊമാൻസ്, നിങ്ങളുടെ ബെഡ്റൂം ലൈഫ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ അമ്മയ്ക്ക് മുത്തം കൊടുക്കുന്നതോ അമ്മ അച്ഛന്റെ മടിയിൽ കിടക്കുന്നതോ, ഇതൊക്കെ റൊമാൻസ് ആണ്. അപ്പൊ ഇത് കണ്ട് വളരുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് വഴക്കും. ഓഫ്കോഴ്സ് നമുക്ക് മക്കളുടെ കൂടെ മുന്നിൽ നിന്ന് വഴക്ക് കൂടേണ്ടി വരും. ഓഫ്കോഴ്സ് നമുക്ക് മക്കളുടെ മുന്നിൽ ആർഗ്യുമെന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ചെയ്യുന്ന സമയത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് റൊമാൻസും അടിപിടിയും ആർഗ്യുമെന്റ്സും, അടിപിടി മീൻസ് ഫിസിക്കൽ അല്ലട്ടെ, ഈ ആർഗ്യുമെന്റ്സും ഒക്കെ ചേർന്നതാണ് റൊമാൻസ് എന്ന് കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. വി നീഡ് റൊമാൻസ് ആഫ്റ്റർ മാരേജ്. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ പേര് വിളിക്കാൻ വേണ്ടി കുട്ടികളുടെ അച്ഛ, അല്ലെങ്കിൽ ഷുഷു, അല്ലെങ്കിൽ അതെ, ഇതൊക്കെയാണ് നമ്മുടെ മലയാളികൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പം റൊമാൻസ്, ഒറ്റ സെക്കൻഡ്, ഹലോ, ക്ലാസ്സിലാണേ, ഞാൻ വിളിക്കാവേ, തിരിച്ചു വിളിക്കാം. കുറെ നേരമായിട്ട് ബെല്ലടിച്ചോണ്ടിരിക്കുന്ന ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ റൊമാൻസ് ചേഞ്ചസ് ബട്ട് ഡസന്റ് ഹാവ് ടു ഡിസപ്പിയർ. അതായത് ഇപ്പൊ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴോ ഉള്ള റൊമാൻസ് ആയിരിക്കില്ല. ഇപ്പം ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ റൊമാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവിട്ട് കൊടുക്കുന്നതായിരിക്കാം അല്ലേ. അപ്പൊ റൊമാൻസ് ചേഞ്ച് ആയി. അതെന്താ ജോയിന്റ് ഫാമിലിയിൽ ഇതൊക്കെ നടക്കാതിരിക്കാനുള്ള കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജോയിന്റ് ഫാമിലിയിലാണ് ജീവിക്കുന്നത്. നമ്മളത് അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാ. അപ്പുറത്താളെന്ത് ഇതിപ്പോ അമ്മായിമ്മനെ എല്ലാം കാണിച്ചുകൊണ്ട് ചെയ്യാണെന്നല്ല, അതൊരു കുസൃതിയാണ്. ഇപ്പം കിച്ചണിൽ നിൽക്കുമ്പോ ആരും കാണാതെ വന്ന് ഒരു കിസ് ചെയ്തിട്ട് ഓടിപ്പോകുന്നതൊക്കെ ഒരു റൊമാൻസ് ആണ്. അത് ചിലപ്പോ ആരും അറിയില്ല, അതൊരു റൊമാൻസ് ആണ്. അപ്പൊ ഇന്നതായാലും റൊമാൻസ് ഇല്ല. ഫൈൻഡ് സം വേസ്. ഒന്ന് ഭക്ഷണം വാരിക്കൊടുക്കുന്നത് ഒക്കെ റൊമാൻസ് ആണ്. എന്നോട് എന്റെ ഹസ്ബൻഡ് ഫാമിലിയിൽ ഒരു സ്ത്രീ ചോദിച്ചു, അവൻ നിനക്ക് ചോറ് വരെ വാരി തരുന്നില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു അതിനെന്താന്ന് വെച്ചു. എന്റെ ഹസ്ബൻഡ് ഒരിക്കലും എനിക്കിത് ചെയ്തു തരാറില്ല. നിങ്ങൾക്ക് വേണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ കണക്ഷൻ ഇല്ലായിട്ടായിരിക്കും. എനിക്ക് എന്റെ ഹസ്ബൻഡ് ചോറ് വാരി തരാറുണ്ട്. ചോറ് നല്ല എല്ലാ ഭക്ഷണവും വാരി തരാറുണ്ട്. ഞാൻ അങ്ങോട്ട് വാരി കൊടുക്കാറുണ്ട്, പക്ഷെ വളരെ റെയർ ആണ്. പുള്ളിക്കാരനാണ് എനിക്ക് എപ്പോഴും വാരി തരാറുള്ളത്. അത് ആരുണ്ടെങ്കിലും ഹി ഡസൻ കെയർ. ഇപ്പൊ ഞാൻ നോട്ടീസ് ചെയ്ത് ഒരു ദിവസം എന്തോ പരിപാടിയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ ഓടി നടക്കാം ഹസ്ബൻഡ് വീട്ടില. പുള്ളിക്കാരൻ എന്നെ വിളിച്ചിരുത്തിയിട്ട് പുള്ളിക്കാരൻ ഫുഡ് വാരി തന്നെ ഇവര് കണ്ടോ. അവിടെയൊക്കെ വെച്ചാൽ അത് ഒരു ദിവസം മാത്രം നടക്കുന്നതാണെന്നാണ്, ഡെയിലി ബേസിസിലുള്ളതാണ് അത്. അപ്പൊ അത് അപ്പുറത്തെ ആളെന്ത് വിചാരിച്ചിട്ടാണ് പ്രശ്നം. ഞങ്ങളത് കെയർ ചെയ്യാറില്ല. ആ കെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാവുന്നത്. പറഞ്ഞോട്ടെ അമീന, ഹസ്ബൻഡ് അവളുടെ വാലാണെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഹസ്ബൻഡ് അല്ലേ. പിന്നെ നമ്മളെ ഹസ്ബൻഡ് നമ്മുടെ വാലല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലെ സുബൈക്കാക്കയുടെ വാലാവോ? നമ്മുടെ വാലേ ആവുള്ളൂ. അപ്പുറത്തെ ആള് ഓക്കെ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എഫേർട്ട് എന്ന് പറയുന്നത്. എന്റെ ഹസ്ബൻഡ് എന്റെ വാലാവാണ്, അതിനിപ്പോ എന്താ, ഒരു കുഴപ്പമില്ല. നമ്മളുടെ ലൈഫ് നമ്മളല്ലേ തീരുമാനിപ്പം. എന്റെ ഹസ്ബൻഡിന് എന്റെ വാലാണ്, അല്ലെ എന്നെ പേടിയാണ് എന്നൊക്കെ പറയുന്നവര് പറഞ്ഞോട്ടെ. ബട്ട് ഹി ആർ എക്സ്പീരിയൻസിങ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. അതുപോലെ മറ്റുള്ളവരുടെ കുറെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് എന്താക്കാനാ?
എന്താക്കാനാ നമുക്ക് കുറെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട്? ഞങ്ങൾ ഒപ്പമുള്ള ടൈമിൽ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാറാണ് ശ്രമിക്കാറുള്ളത്. അപ്പൊ അതാണ് റൊമാൻസ് ചേഞ്ച്. അതായത് ഇപ്പൊ 20s റൊമാൻസ് ആയിരിക്കില്ല 30s ഉണ്ടാവുക, 30s ഉണ്ടാവണമായിട്ടില്ല 40s, ബട്ട് ഡസൻ ഹാവ് ടു ഡിസപ്പിയർ. പക്ഷെ അത് പോകരുത്. Making time for each other, small gestures of love and expressing appreciation keep romance alive. Appreciation വേണം. ഞാനത് പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, യു ലുക്ക് ഗോർജസ് എന്ന് പറയുന്ന ഒരു റൊമാൻസ് ആണ്. ഞാൻ ബ്ലഷ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോ ഇവിടെ ഫുഡ് കൊണ്ടുതരൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ ചായ കുടിക്കാൻ വിളിക്കും. ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ റൊമാൻസ്. കാരണം എനിക്ക് സമയമില്ല, പിന്നെ ഒത്തിരി ട്രിപ്പൊക്കെ പോയ കാലം മറന്നു. ഹസ്ബൻഡ് ഫ്രീ ആണ്, ഞാനാണ് ഇപ്പം വർക്കഹോളിക് ആയിട്ടുള്ളത്. ബട്ട് വി ഫൈൻഡ് സം ടൈം. അപ്പം അത് ചിലപ്പോൾ രാത്രി നട്ടപ്പാതിരക്കൊക്കെ ആയിരിക്കും. എന്നെ അറിയുന്നവർക്കറിയാം, ഞങ്ങൾ 12 മണി കഴിഞ്ഞാലൊക്കെ പോവാം. നമ്മൾ മാത്രം സമയം നല്ല ഗസലൊക്കെ ഇട്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് എവിടെയെങ്കിലൊക്കെ പോയി ഒരു കട്ടൻ ചായ കുടിച്ച്. മെയിൻ ആയിട്ട് പാട്ട്. എനിക്ക് രണ്ടാൾക്ക് ഗസൽ ഇഷ്ടമാണ്, ഗസലൊക്കെ പാടുന്നത്. ഞങ്ങൾക്ക് രണ്ടൊക്കെ പാടാറുള്ളത്, ഞങ്ങൾ കുത്തിയിരുന്ന് പാടും, ഈ ഗസൽ ഫുള്ളും പാടും. പെങ്ങള് കണ്ട അവർക്ക് സങ്കടം വരെ എന്ന് പറഞ്ഞ വൈഫിനെ ഡിസ്റ്റൻസിലൊക്കെ നിർത്തുന്നതിന് മടൽ വെട്ടി 2 കൊടുക്കണം. പെങ്ങൾക്ക് എന്തിനാ സങ്കടം വരുന്നത്? പെങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ പെങ്ങളെയും ഹസ്ബൻഡിനെയും എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ പറയാം. അവരുടെ റൊമാൻസ് തീർത്തു കൊടുക്കാം, സോറി അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്ത് റൊമാൻറ്റിക് ആക്കി കൊടുക്കാം. ഫ്രണ്ടിന്റെ ഹസ്ബൻഡ്, യെസ്, അങ്ങനെയുള്ളവർക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടാ. പെങ്ങളെ ഹസ്ബൻഡ് പെങ്ങൾക്ക് ഇതുവരെ ഫോം മേടിച്ചു കൊടുക്കില്ല, അതുകൊണ്ട് ഞാൻ നിനക്ക് ഫോം മേടിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞ കുറെ കേസസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാതെ ഇരുന്നൂടായിരുന്നോ? ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻച്വലി ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. റൊട്ടീൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ചേഞ്ച് പാഷൻ ബട്ട് ഇന്റൻഷണൽ എഫേർട്ട് മെയിൻറ്റെയിൻ ഇന്റിമസി. കണ്ടോ, റൊട്ടീൻ, ഞങ്ങളൊക്കെ റൊട്ടീൻ മാറി. ഇപ്പൊ ഞാൻ ഈ സ്ഥാപനം തുറന്ന ശേഷം എനിക്ക് ഭയങ്കര തിരക്കാണ്. എന്നെ അറിയുന്നവർക്കറിയാം, എനിക്ക് ഭയങ്കര തിരക്കാണ്. ഞാനിപ്പോ എന്റെ കരിയറിൽ ഒരു പീക്കിൽ നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളെ കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഞായറാഴ്ച അടക്കം ഞാൻ വർക്കിംഗ് ആണ്. കാരണം ഞാൻ കുറച്ചൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്ത ജോലി എന്നെ കൊണ്ട് എനിക്ക് ഞായറാഴ്ച പേഷ്യൻസ് ഉണ്ടാവും. ബട്ട് ഐ ഫൈൻഡ് ടൈം ഫോർ മൈ ഫാമിലി, എസ്പെഷ്യലി ഫോർ മൈ ഹസ്ബൻഡ്. അത് ചിലപ്പോൾ നട്ടപ്പാതിര 12 മണിയായിരിക്കും. ചിലപ്പോൾ ഒരുമിച്ച് ഒരു മൂവി കാണുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മള് അന്നത്തെ കാര്യം മിക്ക ദിവസങ്ങളിൽ അന്നുണ്ടായ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് മാക്സിമം. അപ്പോ മാരേജ് ഒരിക്കലും റൊമാൻസ് നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ പല റീൽസ് ഒക്കെ കാണാറുണ്ട്. ചില ആളുകൾ പറയുന്നത്, ഓ അയാള് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ ഭയങ്കര ഒലിപ്പിയ, പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ ആളാകെ മാറി, ആരുടെ മുന്നിൽ നിന്നും എന്നോട് എന്റെ നോക്കില്ല, അടുത്തിരിക്കില്ല, അതൊക്കെ ഭയങ്കര എന്തോ മോശപ്പെട്ട കാര്യമായിട്ട്. നിങ്ങളൊക്കെ ജീവിക്കുന്ന നൂറ്റാണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കുട്ടികൾ ഇത് കണ്ടു വളരുമ്പം അവർ വിചാരിക്കുന്നതെന്ന് അറിയോ, യെസ് അടി മാത്രമാണ് കല്യാണം, അവിടെ ഒരു റൊമാൻസും ഇല്ല. പിന്നെ എങ്ങനെ നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നും? രണ്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആർഗ്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ മിണ്ടാതിരിക്കുമ്പോ നാഫ്ക, നോക്ക് സേനാപ്പിയെ, ഉമ്മനോട് ഞാൻ പറഞ്ഞതല്ലേ, ഇങ്ങനെ ഇവനോടാണ് സംസാരിക്കുക. ഞാൻ മിണ്ടൂല, ഞാൻ ആർഗ്യ ചെയ്യുമ്പോ ഞാൻ മിണ്ടൂല കേട്ടോ. ഞാൻ എന്ത് വന്നാലും മിണ്ടൂല, ഞാൻ ഇങ്ങനെ കേട്ടിരിക്കത്തേ ഉള്ളൂ. അപ്പം ഇവൻ എന്റെ ഉമ്മാട് പോയി പറഞ്ഞു, അവരെ കൂടെ അവർ രണ്ടുപേരും ഓഫ് മൂഡ് ആണെങ്കിൽ ഞാൻ കാറിൽ പോലും അവർ എന്നോട് നോക്ക് സൈനാപ്പിയെ എന്നുണ്ട് എപ്പോഴും അവർ എന്നോട് ചോദിച്ചോണ്ടിരിക്കും. ഞാൻ അവിടെ ഇരിക്കും. ഇത് അവർ എന്റെ ഉമ്മാടാണ് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, എന്റെ ഉമ്മാട് പോയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ എന്റെ ഉമ്മാന്റെ മുന്നിൽ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പ്രണയം നീ കാണാറില്ലേ? ഉണ്ട്. അത് നീ എന്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് പ്രണയമുണ്ട്, ഞങ്ങൾക്ക് ആർഗ്യുമെന്റ്സും ഉണ്ട്, ഞങ്ങൾ കപ്പിൾസ് ആണ്, ഞങ്ങൾക്ക് എപ്പോഴും ചക്കരയും തേനയും പാലയെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ ആരല്ലല്ലോ ഞങ്ങൾക്ക് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ പിണങ്ങും, അല്ലെങ്കിൽ ഞങ്ങൾ ആർഗ്യൂ ചെയ്യും, ഞങ്ങൾ തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യും. പിന്നെ ഞാനിമ്മനെയോ ഉമ്മനെയോ ഒന്നും ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്താറില്ല. ഞങ്ങൾ വിവാഹിതരായിട്ടുള്ള രണ്ട് കപ്പിൾസ്, അല്ല രണ്ട് വ്യക്തികളാണ്, കപ്പിൾസ് ആണ്. സോ ഇത് രണ്ടും ഉണ്ട്. എന്റെ 10 വയസ്സുകാരൻ മകനോട് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം. പക്ഷെ അവൻ ബുദ്ധിയുള്ള കൂട്ടത്തില കേട്ടോ, അവർ രണ്ടാളുടെ വാക്ക് നോക്കില്ല, അവനും കേട്ടു. അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനും ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ആർഗ്യം നോക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ നിൽക്കും.
ഒരു എക്സ്പ്രഷൻ ഇതാണ്. ഞങ്ങൾ ആരെയും ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെ ആർഗ്യുമെന്റ്സിൽ ഇന്നേ വരെ നടത്തത് പറച്ചോനറിയാം, ഇന്നേ വരെ തേർഡ് പേഴ്സണെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ. അത് ഞങ്ങളുടെ പാരന്റ്സ് ആയിക്കോട്ടെ, ആരെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. ആ ഒരു തേർഡ് പേഴ്സൺ എപ്പോഴും ഒരു കൗൺസിലർ ആവാൻ വേണ്ടി ശ്രദ്ധിക്കും. ഈ പാരന്റ്സ് ഇതിൽ ഉൾപ്പെടാൻ നിന്നാ ഭയങ്കര ഇഷ്യൂ. ഉൾപ്പെട്ടാ പോയി. ഞാൻ എന്റെ കാര്യം ചോദിക്കട്ടെ, ആ നമ്മള് ഈ ഇതില് പഠിച്ചില്ലേ, ബിഹേവിയർ അല്ല ഈ ഒരു തിയറിയിൽ പഠിച്ചിട്ടില്ലായിരുന്നു, പിന്നെ ഈ ഫാലിക് സ്റ്റേജിൽ സ്റ്റെക്ക് ആയി പോകുന്ന ഒരു ബേബി ആയിട്ട് വളരുന്ന, അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരികയെന്ന് വിചാരിക്കുക. അപ്പം ഈ ആൺകുട്ടികൾ എപ്പോഴും ആ ഉമ്മന്റെ ഇത് അല്ലെ അമ്മയുടെ ഇതിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ കല്യാണം കഴിക്കണ വൈഫിന് അവിടെ എല്ലാത്തിനും അവിടെ മമ്മയ്ക്കായിരിക്കുമല്ലോ ഈ പ്രാധാന്യം കൊടുക്കുക. അവിടെ പോയിട്ട് ഫാമിലി തെറാപ്പി കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ അവരെ ബിഹേവിയർ അങ്ങനെ ആവുമ്പോ തെറാപ്പി എടുത്താലും ചേഞ്ച് ആവും. ഓഫ്കോഴ്സ് അതിനാണല്ലോ ബിഹേവിയർ തെറാപ്പി, ഫാമിലി തെറാപ്പി എന്നൊക്കെ പറയുന്നത്. ചേഞ്ച് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫയബിൾ ആണ്, സ്റ്റാറ്റിക് അല്ല, മോഡിഫയബിൾ ആണ്, ഡൈനാമിക് ആണ്. അത് മാറ്റാൻ വേണ്ടി പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്ത് പോയിട്ടുള്ള ഒരുപാട് കപ്പിൾസ് ഉണ്ട്. മനസ്സിലാവും, അറിയാത്ത പിള്ളയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് നിങ്ങൾക്ക് അറിയായിട്ടായിരിക്കും, ചിലവരെങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരുന്നില്ലേ മാം, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര ടൈലറിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വൈഫിന് ഇഷ്ടമാണ് കേൾക്കുന്നത്, അത് പറയേണ്ട ആവശ്യമില്ല, പറയണം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആൾക്ക് മനസ്സിലാവുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പാരന്റ്സിന് ഒട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡ് എന്തോ ഒരു ആർഗ്യുമെന്റില്ല, അപ്പൊ ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ ആവുന്നതിന് തൊട്ട് മുന്നേ കേട്ടോ, കുറെ മുന്നേ, ഐ മീൻ PG എങ്ങാനും ചെയ്തോണ്ടിരിക്കുന്ന സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ മമ്മ വന്ന്, ഞാൻ ഒറ്റ മകളാണ്, മമ്മ വന്ന് അങ്ങനെ വെച്ചാൽ എന്താ പ്രശ്നം, ഞാൻ പറഞ്ഞു ചെങ്ങായിനെ കൊണ്ട് തോറ്റു, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞാണ്, നീ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, നിനക്ക് അതിന്റെ ആവശ്യമൊന്നും പാടില്ല, നിനക്ക് വേണ്ടെങ്കിൽ നീ അങ്ങോട്ട്. അപ്പൊ ഞാനെന്താ ഇങ്ങനെ, ഉമ്മ അങ്ങനെ പറഞ്ഞ എന്നോട്, നിനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ വലിയ ചെറിയ വാക്കാണ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ പാരന്റ്സ് ഇത് എങ്ങനെയാ എടുക്കാന്നുള്ളത്. അതിന് ശേഷം എന്തു ആൾക്കോന്നൊക്കെ വീട്ടിൽ പോയി പറയില്ല. ലൈക്ക് അതുവരെ പറഞ്ഞിട്ടില്ല, മമ്മന്റെ മൂഡ് ഓഫ് കണ്ടിട്ട് വന്ന് ചോദിച്ചതാണ്. അപ്പോ എനിക്ക് മനസ്സിലായത്, നമ്മുടെ പാരന്റ്സിന് നമ്മളോട് ഇപ്പൊ ഭയങ്കര ഇഷ്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോ അത് നമ്മൾ ഭയങ്കര മൂഡ് ഓഫിൽ ഇരിക്കുമ്പോ ഇവര് പറയുന്നത് നമ്മള് ശരി അമ്മ വരെ പറയുന്നുണ്ട് പറഞ്ഞ് നമ്മൾ ചെയ്യും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാവും, പിന്നെ പാരന്റ്സിന് ഇയാളോട് വെറുപ്പും വഴക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം നിങ്ങളൊരു പ്രശ്നമൊക്കെ വരുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ പോയിട്ട് പിന്നീട് പാരന്റ്സിനെ ഉൾപ്പെടുത്താം. അവരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ശരിക്കും അവധിയൊരു പരിവാണ്. പിന്നെ ഇത് അങ്ങോട്ട് സോർട്ട് ഔട്ട് ചെയ്തൊക്കെ ഇച്ചിരി വന്നിട്ടുണ്ടാകും. അപ്പൊ റൊട്ടീൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മേ ചേഞ്ച് പാഷൻ, ബട്ട് ഇന്റൻഷണൽ എഫേർട്ട് ആണ് ഇന്റിമസി നിലനിർത്തുന്നത്. അത് കുഞ്ഞു കുഞ്ഞു എഫേർട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ആ എഫേർട്ട് എപ്പോഴും നോക്കാൻ വേണ്ടി. വലിയ വലിയ പ്രശ്നങ്ങളിൽ അവർക്ക് എന്തായാലും ഇടപെടേണ്ടി വരും. വലിയ വലിയ പ്രശ്നങ്ങളിൽ എന്തായാലും ഇടപെടേണ്ടി വരും. ഇപ്പൊ ഭർത്താവ് സ്ഥിരമായിട്ട് ഭാര്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കാണ്, അവിടെ ഇടപെടണം. അവിടെ പോയിട്ട് ഫാമിലി കൗൺസിലിംഗ് പോയിട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഈ തുടക്കത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ, അതുപോലെ വലിയ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തേർഡ് പാർട്ടിനെ ഉൾപ്പെടുത്തും. ഓക്കെ. ഇനി marital partner should be completely honest with one another all time. ഇത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, എല്ലാ കാര്യവും പോയി വിളമ്പണ്ട എന്ന്. എസ്പെഷ്യലി നമുക്ക് പണ്ടൊരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, ദയവ് ചെയ്ത് അത് പോയിട്ട് വിളമ്പണ്ട, നമ്മളെ സത്യഭാമ കളിക്കണ്ട. കാരണം ഇപ്പൊ സംശയമുള്ള ഒരാളാണെങ്കിൽ അത് മതി പിന്നെ ലൈഫ് കോഞ്ഞാട്ടെ ആവാൻ. നിങ്ങൾക്ക് അഫയർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇല്ല. ഞാനത് ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ്. ഇനി കുത്തി കുത്തി അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്താൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അതായത്
മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ ചിലത് മറച്ചു വെക്കാൻ തന്നെ വേണം. ഹോണസ്റ്റി ഈസ് നോട്ട് കംപ്ലീറ്റ്ലി നെസസറി ഇൻ എ മാരീഡ് ലൈഫ്, ബട്ട് വേണ്ടതുണ്ട്. പറഞ്ഞുതരാം. While honesty is crucial in healthy marriage, honesty വളരെ നിർബന്ധമാണെങ്കിലും absolute unfiltered honesty all times can sometimes be harmful. കണ്ടപ്പാണ് ശരിക്കും ഒരു ഉദാഹരണം പറയാം. എനിക്ക് വന്നൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ ക്ലയന്റ് അയാളുടെ എക്സ് ലവർ ആയിട്ടുള്ള സെക്സിന്റെ കാര്യം ഇയാളുടെ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ, ഹോണസ്റ്റ് ആയിരുന്നു. രണ്ട് ബ്രൂട്ടലി ഹോണസ്റ്റ് അങ്ങോട്ടും കൊണ്ട് നിങ്ങളെക്കാടി നല്ല സെക്സ് എനിക്ക് എന്റെ എക്സ് ലവറിന്റെ കൂടെ. ഇവര് തമ്മിൽ വേറെ ഇപ്പോഴത്തെ ജനറേഷൻ ആണ്. അതായത് ഈ കുട്ടിക്കും വേറെ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഈ പയ്യനും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവർ കല്യാണം കഴിച്ചത്. പക്ഷേ ഇവരുടെ സെക്ഷൽ ലൈഫ് കഴിഞ്ഞപ്പോൾ ഈ വൈഫ് പറഞ്ഞു പോലും പിന്നെ എക്സ് ലവറിന്റെ സെക്സ് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഞാൻ എൻജോയ് ചെയ്തെന്ന്. നിങ്ങളൊന്ന് ആലോചിക്കും, മുട്ടൻ അടിയായി. പിന്നെ അതാ പറയുന്നത്, ഹോണസ്റ്റി ക്രൂഷ്യൽ ആണ്. പക്ഷെ ചില സമയത്ത് വൈറ്റ് ലൈസ് പിന്നെ നമുക്ക് നല്ലതാണ്. അത് നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യുള്ളൂ. നോക്കിക്കേ, വൈ കംപ്ലീറ്റ് ഹോണസ്റ്റി ക്യാൻ ബി അൺറിയലിസ്റ്റിക് ഓർ ഹാർംഫുൾ. ഭയങ്കര ഹോണസ്റ്റ് ആവുന്ന എന്തുകൊണ്ട് ഹാർംഫുൾ? നോക്കിയേ, ബ്രൂട്ടൽ ഹോണസ്റ്റി ക്യാൻ ഹേർട്ട് മോർ ദാൻ ഹെൽപ്പ്. കണ്ടോ, ഇവിടെ ബ്രൂട്ടൽ ഹോണസ്റ്റി ആയപ്പോ അയാൾക്കാണ് സെൽഫ് കോൺഫിഡൻസേ പോയി. എന്റെ ഭാര്യയ്ക്ക് എന്റെ സെക്സിനേക്കാൾ ഇഷ്ടം വേണ്ട പൂർവ്വദാമ്പത്യന്റെ സെക്സ് ആണെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്നു. പക്ഷെ ഇയാൾ ഇതും പറഞ്ഞിട്ടല്ലേ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്, വേറെ പലതും പറഞ്ഞിട്ടാ. നോട്ട് ഓൾ തോട്ട്സ് ടു ബി ഷെയർഡ്. നമ്മളെല്ലാം ഇപ്പൊ വേറൊരു കേസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്തോ മൂടിലിരിക്കുമ്പോ പറഞ്ഞാണ്, നിങ്ങൾ ഒമ്മനെ ഞാൻ കൊല്ലും, എന്നിട്ട് ഞാൻ ജയിലിൽ പോകും, അത്രയും വൃത്തികെട്ടതായിട്ടാണ്. ആ കുട്ടിയെ മൂസ്ലിങ്ങിൽ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പുറത്തുള്ള ആൾക്ക് അത് എങ്ങനെയാണ് എന്നെ സ്വന്തമായി കൊല്ലുന്ന പറഞ്ഞിരിക്കുന്നത്. അതാണ് പറയുന്നത്, നോട്ട് ഓൾ തോട്ട്സ് നീഡ് ടു ബി ഷെയർഡ്. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ചിന്ത വന്നിട്ടെങ്കിലും അപ്പുറത്തെ ആളോടൊക്കെ പോയി പറയുന്നത് യാതൊരു നിർബന്ധവും. വൈറ്റ് ലൈസ് സംടൈംസ് മെയിൻറ്റെയിൻ പീസ്. ചില ചെറിയ കള്ളങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വൈറ്റ് ലൈസ് ആണ് പീസ്. അവിടെ ഒരു പീസ് ഉണ്ടാക്കും. പ്രൈവസി ആൻഡ് പേഴ്സണൽ ബൗണ്ടറീസ് ആർ ഇമ്പോർട്ടൻറ്റ്. അത് നമുക്കൊരു ടോപ്പിക് എന്നായിട്ട് പഠിക്കാനായിട്ട്. ബൗണ്ടറീസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും. ബൗണ്ടറീസ്, ഈ ഫാമിലി തെറാപ്പിയിൽ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇനി ഇതേ സമയം തന്നെ വെൻ ഹോണസ്റ്റി ഈസ് അബ്സല്യൂട്ട് നെസസറി. എപ്പോഴാണ് ഹോണസ്റ്റി നിർബന്ധമായിട്ടും? ഓൺ മേജർ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ യെസ്, ക്രൂര സത്യത്തിൽ നിന്ന് മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. അത് അവരെ അത്രയും വിഷമാക്കുന്നതിന് പകരം മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ ആണോ? അപ്പൊ അത് അവരെപ്പോഴെങ്കിലും അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലോ, there are two sides for a coin. എപ്പോഴെങ്കിലും അറിയുമ്പോ അറിയട്ടെ, അറിഞ്ഞില്ലെങ്കിൽ അത് അവിടെ സംഭവിക്കുന്നില്ലല്ലോ. ഇപ്പം ചില എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഒക്കെ ബോധോദയം വന്ന ചില ക്ലയൻസ് നമ്മളെടുത്ത് വരാറുണ്ട്. ഞാനത് ഹസ്ബൻഡിനോട് പറയേണ്ടത്, വേണ്ട, സംഭവിച്ചു നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ട്, ലീവ് ഇറ്റ്. ഇതിപ്പോ പോയി പറഞ്ഞു പിന്നെ എപ്പോഴും ആ കണ്ണിലെ നിങ്ങളെ കാണത്തുള്ളൂ. ചില ഹസ്ബൻഡ്സ് വരാറുണ്ട്, ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ എവിടെ മറച്ചു വെക്കരുത്? ഓൺ മേജർ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഇൻഫെർട്ടിലിറ്റി ഓർ ബ്രോക്കൺ ട്രസ്റ്റ്, ബിഗ് ലൈഫ് ഡിസിഷൻസ്, മാറ്റേഴ്സ് റിലേറ്റഡ് ടു ചിൽഡ്രൻ. ഇതൊന്നും മറച്ചു വെക്കരുത്. ഇപ്പൊ മോൻ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം ഒപ്പിച്ചേക്കാണെങ്കിൽ അമ്മ അത് മറച്ചു വെക്കരുത്. അച്ഛനിൽ എന്തെങ്കിലും അച്ഛൻ അത് മറച്ചു വെക്കരുത്. പിന്നെ നിങ്ങൾ ഫിനാൻഷ്യലി സിങ്ക് ചെയ്തോ. പല ഹസ്ബൻഡ്സും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫിനാൻഷ്യലി സിങ്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ഭയങ്കര കഷ്ടപ്പാടായി. പക്ഷെ ഭാര്യ അത് അറിഞ്ഞാൽ വിഷമിക്കുന്നു പറഞ്ഞിട്ട് അതൊന്നും എക്സ്പ്രസ് ചെയ്യാതെ കൊണ്ടുപോകും. അപ്പൊ ഭാര്യ ഇത് ഹസ്ബൻഡ് ചെയ്യുന്നതാണെന്ന് വെച്ചിട്ട് എല്ലാം ഭാര്യപ്പോര് ചെയ്യുന്നുണ്ടാവും. ഫിനാൻഷ്യൽ മാറ്റേഴ്സിലൊന്നും ഒരിക്കലും കള്ളം പറയരുത്. ഓക്കെ. ബ്രോക്കൺ ട്രസ്റ്റ് ബ്രോക്ക് ചെയ്ത അവിടെ ആണെങ്കിൽ അവിടെ സത്യം തന്നെ തുറന്ന് പറയണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹോണസ്റ്റി നിർബന്ധമാണ്. ബട്ട് കീപ്പിംഗ് എ സീക്രട്ട് കുഡ് ഹാം ദ റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ സീക്രറ്റ് കാരണം നമ്മുടെ റിലേഷൻഷിപ്പ് ഹാം ആവുകയാണെങ്കിൽ അവിടെ ഹോണസ്റ്റ് ആവണം. If concealing information create distance or distress, then honesty is necessary. കണ്ടോ, അതായത് ഇൻഫർമേഷൻസ് മറച്ചു വെക്കുന്നത് കാരണം നമുക്ക് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ്? ഹോണസ്റ്റ് ആവണം. പക്ഷേ ബ്രൂട്ടൽ ആയിട്ടുള്ള കാര്യം, അതായത് അപ്പുറത്ത് അത്രയും വിഷമിക്കുക അത് കേട്ടാൽ എന്നുള്ളതാണെങ്കിൽ നമ്മൾ മറച്ചു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നേരത്തെ കേസിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തടിയുള്ള പെൺകുട്ടികളെ വേണ്ട എന്ന് വെച്ചപ്പോ നിന്നെ കല്യാണം കഴിച്ചപ്പോ ഇനിയിപ്പോ ആളുകളൊക്കെ എന്ത് വിചാരിക്കും എന്നൊരു വാക്ക് ആ ഹസ്ബൻഡിന്റെ വായിന്ന് വീണ് പോയിട്ടുണ്ട്. ആ വൈഫ് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ടാവും. ആള് അത് കാഷ്വൽ ആയിട്ടാണ് പറഞ്ഞത്. അത് ശരിക്കും മറച്ചു വെക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അയാൾ തന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ അയാൾ ഒറ്റനോട്ടത്തിൽ തടിയുണ്ടെന്ന് അറിഞ്ഞില്ല. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് തടിയുണ്ടെന്ന് അറിഞ്ഞത്. പക്ഷെ അത് ആ കുട്ടിയുടെയും തെറ്റല്ല. ബട്ട് ഇങ്ങനെ ഒരു വാക്ക് ആ സ്ത്രീയോട് പറയുന്ന സമയത്ത് ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ആലോചിക്കുക.
ആണ്. അപ്പം ബ്രൂട്ടൽ ഹോണസ്റ്റി ഹേർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് മറച്ചു വെക്കാം. അതേസമയം തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ബിഗ് ലൈഫ് ഡിസിഷൻസ് ഒക്കെ നമ്മൾ മറച്ചു വെക്കുകയും ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി വേറൊരു കാര്യമാണ്, marital partners should be as unselfish as possible. ചുമ്മാ പറയുന്ന നമുക്ക് സെൽഫിഷ് ആവട്ടെ, സെൽഫിഷ് ആവാം. അപ്പോ ചില കാര്യങ്ങൾക്ക് നമ്മൾ സെൽഫിഷ് ആവേണ്ടത് നമ്മൾ ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുക. ഇപ്പൊ ഒരു ഞങ്ങളൊക്കെ സെൽഫിഷ്നെസ് കാണാൻ മുട്ട പൊരിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ സെൽഫിഷ്നെസ് കാണാം. കല്യാണം എല്ലാവരും മുട്ട നന്നായി കഴിക്കും. ഞാൻ ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പം ഇന്നത്തെ വഴക്കതായിരുന്നു. ഞാൻ മുട്ട പൊരിച്ചു, ഞാനാ പൊരിക്കുക. ഞാൻ നല്ല ടേസ്റ്റില് മുട്ട ഒരു ഉപ്പേരി ഉണ്ടാക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്. അത് മാത്രം കൂട്ടി ചോറുന്ന ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പം ഞാൻ ഇത്ര എടുത്താൽ മതി, അത്ര എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി. പക്ഷെ എന്റെ പ്ലേറ്റിൽ നിന്ന് എല്ലാരും എടുക്കാം. എന്റെ പ്ലേറ്റിലാ ഫുള്ള് ഇട്ടത്. അതൊരു മോശം ഡെസിഷൻ ആയിപ്പോയി. അപ്പോ പിന്നെ ഷെമീനും കൂടെ വെച്ചപ്പോ വീണ്ടും അടിയായി. അപ്പൊ നാസ്ത എണീറ്റൊക്കെ പോയി. എന്നിട്ട് പറഞ്ഞു, പിന്നെ എന്താണ് നീ അങ്ങനെ ആക്കിയില്ലേ, കണക്ക് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, എന്റെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ എന്റെ ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വഴക്ക് പറയും. എനിക്ക് എന്റെ കാര്യത്തിൽ ഞാൻ സെൽഫിഷ് ആണ്, നന്നായിട്ട് സെൽഫിഷ് ആവാറുണ്ട്. അതിപ്പോ മുട്ടയും മാത്രമൊന്നുമല്ല. ഇപ്പൊ എന്റെ ഉമ്മയ്ക്ക് വയ്യ, എനിക്ക് പോണം, ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്, നാത്തൂനും ഒക്കെ ഉണ്ട്, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉമ്മയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയാണ്, പോണം. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് കേസിലും. അയാളുടെ ഫ്രണ്ട്സ് എന്തായി കഴിഞ്ഞാലും അവനവന്റെ കാര്യത്തിൽ കുറച്ച് സെൽഫിഷ് ആവാന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങള് കല്യാണം കഴിഞ്ഞ് ഒട്ടും സെൽഫിഷ് ആവാൻ പറ്റില്ല. ഭാര്യ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ഇതാക്കിക്കോണം, ഭർത്താവ് ഭാര്യയുടെ അത് വേണ്ട, സെൽഫിഷ് ആവണം. നോക്കിയേ, while generosity and compromise are essential in a marriage, be completely selfless all the time can be unhealthy. എപ്പോഴും സെൽഫ്ലെസ് ആയിട്ട് ഇരിക്കുന്നത് അൺഹെൽത്തി ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനോ ബാക്കിയുള്ളവരുടെ കൂടെ പോകാനോ നിങ്ങൾ സമയം ചെലവഴിച്ചത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നോക്കിയേ, എ സ്ട്രോങ് മാരേജ് റിക്വയർസ് എ ബാലൻസ് ബിറ്റ്വീൻ ഗിവിംഗ് ടു യുവർ പാർട്ട്ണർ ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ഓൺ നീഡ്സ്. കേട്ടോ, ഇന്നലെ മുട്ട കുറച്ച് ഞാൻ രാത്രി വീട്ടിലൊക്കെ പോയിട്ട് കുറച്ചാ മെജോറിറ്റി എനിക്ക് കിട്ടണം. നിങ്ങൾക്ക് ഞാൻ കുറച്ച് തരും. ഞാൻ സെൽഫിഷ് ആയിട്ട് പൂരയായിട്ടൊന്നും അല്ല. എന്റെ വീട്ടിൽ ഞാൻ ടേക്ക് കെയർ ചെയ്യാണ്. അതേസമയം എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കും, പക്ഷെ എന്റെ അത്ര കൊടുക്കും. അതെല്ലാരും അങ്ങനെയൊക്കെ തന്നെ ആവണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആ സെൽഫ്ലെസ് ആവുമ്പോൾ ചില ആളുകൾ, എന്റെ ഉമ്മമാർ രണ്ടുപേരും ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ചീത്ത പറയല, ഞാൻ പറയും, നിങ്ങൾക്ക് തന്ന പങ്ക് നിങ്ങളെ കഴിക്കുക, അല്ലാണ്ട് നിങ്ങളെ പേരക്കുട്ടികൾക്ക് കൊടുക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാതിരിക്കുക. പേരക്കുട്ടിക്ക് നല്ല തഞ്ച. കാരണം എന്റെ ഉമ്മയ്ക്ക് ആണെങ്കിൽ എന്റെ ഉമ്മയ്ക്ക് എന്ത് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോക്ലേറ്റ്സ് എല്ലാവർക്കും തിരിച്ചു കൊടുത്ത് ഉമ്മക്ക് കൊടുത്താൽ ഉമ്മ കഴിക്കില്ല. ഉമ്മ അത് ഒന്നെങ്കിൽ എനിക്ക് എന്റെ മക്കൾക്ക് ഇപ്പൊ ഞാൻ നിന്ന് തിരിക്കണം, പിന്നെ വേറെ ആർക്കും കൊടുക്കണ്ട. കുറച്ചൊക്കെ സെൽഫ് ആവണം. അല്ലെങ്കിൽ ഇപ്പൊ ചില അമ്മമാരൊക്കെ ഉണ്ട്, കറിയും പിന്നെ ഫ്രൈസും ഒക്കെ മക്കൾക്ക് കൊടുക്കുക, അവര് കഴിച്ചോട്ടെ, ഇവരെന്താ ഒന്നും കഴിക്കും. അതൊക്കെ സെൽഫ്ലെസ് ആണ്. അപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ സെൽഫിഷ്, നിങ്ങളുടെ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യണം കംപ്ലീറ്റ്ലി. ഹസ്ബൻഡ്സിനോട് കൂടിയിട്ടാട്ടോ, എല്ലാ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ചെയ്യണം. അപ്പൊ മാത്രമാണ് നമുക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഞാൻ ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യം ചെയ്തു കൊടുത്താൽ തന്നെ എന്റെ മേക്കപ്പ്, എന്റെ സ്കിൻ കെയർ, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും. എന്റെ ഡ്രസ്സിംഗ് ഒക്കെ അതിലൊന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞാൻ ആ കാര്യത്തിലൊന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ബാക്കിയുള്ള കാര്യം എന്റെ കാര്യം മുടക്കിയിട്ട് ഞാൻ ആക്കും. അടുക്ക കുട്ടികൾക്കാരും പോലും എന്റെ കാര്യം ചിലപ്പോൾ ഞാൻ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം കാറ്റഗറി നോക്കും. അതിൽ അത്യാവശ്യമാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. പിന്നെ ആവശ്യം, അനാവശ്യം, ഈ 3 കാറ്റഗറി വെച്ചിട്ട് നോക്കിയിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. സോ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അൺസെൽഫിഷ് ആയിരിക്കണം എന്നുള്ളത് മിത്താണ്. സെൽഫിഷ് ആവേണ്ട അടുത്ത് സെൽഫിഷ് ആവാം, അതിലൊന്നും പ്രശ്നമില്ല. ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ഗുഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് വിൽ ഇൻഎവിറ്റബിളി ലീഡ് ടു ഗുഡ് മാരേജ്. മിത്താണ്. ഒരു നല്ല സെക്സ് ഉണ്ടെങ്കിൽ അർത്ഥം നല്ല മാരേജ് ഉണ്ടാവുന്നല്ല. നല്ല മാരേജ് ആണെങ്കിൽ നല്ല സെക്സ് ഉണ്ടാവും മാത്രമാണ് അതിന്റെ അർത്ഥം. അതായത് റൊമാൻറ്റിക് ആയിരിക്കുമ്പോഴാണ് ഇതിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറാം. ഇപ്പോഴും ഫോർ പ്ലേ എന്താണ്, പോസ്റ്റ് പ്ലേ എന്താണെന്ന് അറിയാത്ത കപ്പിൾസ് എന്തോരാണ് വരാനെന്ന് അറിയുന്നോ, എന്തോരാണ്.
ഒരു കൊച്ചിനെ എന്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് ആ കൊച്ചു പറഞ്ഞത് കേട്ടിട്ട് ഈ പുള്ളിക്കാരൻ വർഷങ്ങളായ കൊച്ചിനെ മറൈറ്റൽ റേപ്പ് ചെയ്തോണ്ടിരിക്കുക. ഒരു കൊച്ചുമായിട്ടുണ്ട്, മറൈറ്റൽ റേപ്പാ, കൊച്ചിന് വേദന എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഹസ്ബൻഡ് ഗൾഫിലെ. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം മോളെ, എനിക്ക് അറിയണം ഇയാൾ ഇത് അറിഞ്ഞോണ്ടാണോ ചെയ്യുന്നത് എന്ന്. ഞാൻ ഹസ്ബൻഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യും. കൊണ്ടുവന്നു എന്റെ അടുത്ത് വന്നു. ഇയാൾക്ക് അറിയില്ലായിരുന്നു പോലും ഇയാളെ കുറിച്ച് കൊച്ചിനെ എന്റെ മുന്നിൽ നിന്ന് കരയാ. ഞാൻ ഇനി എങ്ങനെ അവളോട് മാപ്പ് വയ്ക്കുന്നുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ഇല്ല. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫോർ പ്ലേ ഇല്ലാതെ വജൈന ലൂബ്രിക്കേറ്റഡ് ആവില്ല. അങ്ങനത്തെ പക്ഷെ സെക്സ് പെയിൻഫുൾ ആയിരിക്കും. ഇതറിയാത്ത പുരുഷന്മാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് പെനിട്രേഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ പെനീസ് ഇൻസേർഷൻ അല്ലെങ്കിൽ ആ പെനിട്രേഷൻ മാത്രമാണ് സെക്സ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നത്തെ തലമുറയിൽ പോലും ഉണ്ട്. അവിടെ അത് എന്തിനു വേണ്ടിയിട്ടാ? ആ സെക്സിന് റെഡി ആയിട്ടില്ലെങ്കിൽ അതൊരു ചടങ്ങ് പോലെ ആവും. കുറെ കഴിഞ്ഞ് മടുക്കും. പോസ്റ്റ് പ്ലേ, ചിലർക്ക് ഫോർ പ്ലേ ഒക്കെ ഉണ്ടാവും. പരിപാടി കഴിഞ്ഞു ഉടനെ അവര് രണ്ടുപേരും തിരിഞ്ഞു കടന്നു, അല്ലെങ്കിൽ ഒന്നുമില്ല. ശരിക്കും അതിന് ശേഷമുള്ള ഒരു പോസ്റ്റ് പ്ലേ ആണ് നാളത്തെ ഒരു സെക്സിന് വേണ്ടി നമ്മളെ തയ്യാറാക്കുന്നത്. ഇന്നത്തെ സെക്സ് ആണ്. ഇന്ന് നടന്ന സെക്സിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നതും പരസ്പരമുള്ള ഒരു സെക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമുള്ള ഒരു ചുംബനത്തിന് പോലും അല്ലെങ്കിൽ പിന്നെ ആ സമയം ഒരു കിച്ചണിൽ പോയിട്ട് ഒരു മുട്ടയോ അങ്ങനെ എന്തെങ്കിലും ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കുക, ഒരു ഡ്രൈവ് പോയി, ഇതൊക്കെ പോസ്റ്റ് പ്ലേ. എന്നും ഇത് വേണമെന്നല്ല. എന്നിപ്പോ ചെയ്യാൻ പറ്റുന്നത് തമ്മില് അന്നത്തെ സെക്സിനെ പറ്റി ഒന്ന് എന്താണ് സംസാരിക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക, തമ്മിൽ കിസ് ചെയ്യുക. ഇത് ഫോർ പ്ലേ ഇന്നത്തെ സെക്സിന് നമ്മൾ റെഡിയാക്കണമെങ്കിൽ പോസ്റ്റ് പ്ലേ നാളത്തെ സെക്സിന് നമ്മൾ റെഡിയാക്കുക എന്നാ പറയുന്നത്. എന്താണെന്നറിയാം, ഇത് കണക്റ്റഡ് ആണ്. കുറെ കാലം സെക്സും ഇല്ല, അപ്പൊ നമുക്ക് അകലം ഫീൽ ചെയ്യാൻ തുടങ്ങും. അതേസമയം ഒരു ഗുഡ് സെക്സ് ഉണ്ടായി എന്ന് വെച്ചിട്ട് നല്ല മാരേജും ആവത്തില്ല. അവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, reality, while a satisfying sexual relationship is an important part of marriage, it is not enough to sustain a strong long-term relationship. നല്ല സെക്സ് മാത്രം ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കില്ല. ഞാൻ ഇവിടെ പല കേസുകളിലും വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഫാമിലി കേസുകളിൽ പറഞ്ഞു വരുന്ന വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ടായിരിക്കും റൂട്ടിലേക്ക് പോകുമ്പോൾ ഇവർ അവരൊരു ഗുഡ് സെക്സ് ഉണ്ടായിരിക്കില്ല. അതില് 30+ ആയിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ചടങ്ങായിട്ട് കണക്കാക്കുന്നവര്, ഇതിനോട് ഒരു വിരക്തി. ഓഫ്കോഴ്സ് സ്ത്രീകളുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മെനോപോസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനോട് ചെറിയൊരു താല്പര്യക്കുറവൊക്കെ വരും. അപ്പൊ ഉള്ള സമയം നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, കീപ്പ് ചെയ്യണം. A good marriage requires emotional connection വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ട്രസ്റ്റ് വേണം, ഷെയർഡ് വാല്യൂസ് വേണം. വെറും സെക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. അതേസമയം ഇതൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു സെക്സ് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും ആവാറ്. ഓക്കെ, അപ്പൊ why good sex alone doesn't guarantee a good marriage? Emotional connection is the foundation. A couple can have a great physical chemistry but still struggle with the communication, respect and trust. All sex ഉണ്ടാവും, പക്ഷെ ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല. അവിടെയും പ്രശ്നം. If one part feels emotionally unsupported or unheard, physical intimacy may not be enough to keep the marriage fulfilling. കണ്ടോ, അപ്പുറത്ത് ഭയങ്കര അടി കുത്തുമഴക്കും. പിന്നെ ചില സ്ത്രീകളൊന്ന് പറയാറുണ്ട്, മാം ഇയാൾ ഇതിനു വേണ്ടി മാത്രം എന്റെ അടുത്ത് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, രാവിലെ എണീറ്റ് ചെയ്ത് വേറെ ഒരാളാണ് എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളെ 2-2.5 വയസ്സാമത്തെ മാറ്റിക്കിടത്താം. 2 വയസ്സായി ഞാൻ ഐഡിയൽ പറയും, മാറ്റിക്കിടത്താം. നിങ്ങൾ 5 വയസ്സായിട്ടൊന്നും മാറ്റിക്കിടത്താതിരിക്കല്ലേ. എനിക്കിവിടെ വയ്യ ചില കേസുകളൊക്കെ കേൾക്കുന്ന സമയത്ത്. കുട്ടികൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, എന്റെ പേഴ്സണലി ഞാൻ ചോദിക്കാം, ഈ കുട്ടികളെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും, കുട്ടികളെ വെച്ചിട്ട് ഇതിപ്പോ ആസ്വദിക്കാൻ പറ്റുമോ? ഇതൊരു ചടങ്ങല്ലല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിക്കുന്ന ഒരു കാര്യമല്ലേ. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കുട്ടികളെ വെച്ച് പറ്റാം? അപ്പം 2-2.5 വയസ്സാകുമ്പോൾ തന്നെ മാറ്റി കിടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇനിയിപ്പോ കുട്ടികൾ നമ്മൾ അടുത്തേക്ക് കിടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്ന് കിടത്തി ഉറക്കിയ ശേഷം അവരെ മാറ്റി കിടത്താം. അതൊക്കെ നമ്മൾ സമ്മതിപ്പിച്ചേ മതിയാവും.
ആ ഒരു ആശ പിടിക്കുമ്പം ആ സമയത്തിന് ഒന്ന് രണ്ട് നമ്മളെടുത്ത് കിടത്താം, ഉറക്ക് നമ്മളൊന്നും ശരിയാക്കാതെ നിന്നിട്ട് കുട്ടികളെ അപ്പുറത്ത് റൂമിൽ കൊണ്ട് കിടത്താം, കുറച്ച് കഴിഞ്ഞിട്ട് അവര് റെഡി ആയിക്കോളും. അതേസമയം വല്ലപ്പോഴൊക്കെ നമ്മളെടുത്ത് കിടക്കാണ്. ഇപ്പൊ ഇന്നലെ കുഞ്ഞിനോട് പറയുമ്പോൾ എനിക്ക് ഇവിടെ കിടക്കണുണ്ടോ, ഇന്ന് മാറ്റി കിടത്തല്ലേ, നമുക്ക് ഞങ്ങൾ കുഞ്ഞിനെ കിടക്കും, കുഞ്ഞിന് ഇഷ്ടം കിടക്കാൻ. പക്ഷെ ഞങ്ങളുടെ ബെഡിൽ എനിക്ക് തീരെയും താല്പര്യമില്ല, അവൻ 5 വയസ്സാവാറാണ്. ഇനി അവൻ ഒരിക്കലും ഞങ്ങളെടുത്ത് കിടത്താൻ, ഈവൻ ഐ ആം ഓൺ മൈ പീരിയഡ്സ് ബട്ട് ഐ ഡോണ്ട് പ്രിഫർ ഇറ്റ് ബിക്കോസ് വി നീഡ് സം ഫിസിക്കൽ ഇന്റിമസി. അപ്പം എനിക്ക് ആ ആളുമായിട്ട് ഞങ്ങൾ ഒരു എന്താ പറയാ, ഞങ്ങൾക്ക് ആ ഒരു ഹഗ് ചെയ്ത് കിടക്കുമ്പോഴാണ് എനിക്കൊരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടാറുള്ള രാത്രി. അപ്പൊ അത് നടുക്ക് ഒരാൾ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രായം വരെ അവൻ നമ്മളടുത്ത് തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ തൊട്ടില്ലാട്ടോ, ബെഡിൽ തന്നെ കിടത്താറില്ല, ഞാൻ തൊട്ടിലാണ് കിടത്താറുള്ളത്. സോ ഇപ്പൊ അവർക്കായിട്ട് മുറിയുണ്ട്, അവർക്ക് 2 പേർക്കുമായിട്ട് മുറിയുണ്ട്. ഇപ്പൊ മൂത്തോനാണെങ്കിൽ അടുത്ത് ഞങ്ങൾക്ക് കിടക്കാൻ ഇഷ്ടമാണ്. ഞങ്ങൾ അപ്പുറത്തെ മുറിയിൽ 4 പേർക്ക് കൂടി കിടക്കാനുള്ള കട്ടിലാണ്, അവിടെ പോയിട്ട് കിടക്കും. എപ്പോഴെങ്കിലും ഒരു വീക്കെൻഡ്സിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ സ്ഥിരം ആ പരിപാടി ഭയങ്കര മോശം. കുട്ടികൾ അവർ വാശി പിടിക്കും, അത് അവരുടെ ട്രൈറ്റാ, അത് മാറ്റി വെക്കാനുള്ള നമ്മുടെ ഇതാണ്. അപ്പൊ 2-2.5 വയസ്സാകുമ്പോൾ ഉറങ്ങിയ ശേഷം അവരെ മാറ്റിക്കണം, അതാണ് വേണ്ടത്. നോക്കിയേ, സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ചേഞ്ച് ഓവർ ടൈം. Passion naturally fluctuates due to stress, aging, parenting, health issues or emotional changes. സെക്സിനോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ വയസ്സ് കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. സ്ട്രോങ് മാരേജ് ആണെങ്കിൽ അവിടെ എന്താവും, ആ ഇന്റിമസിയും കമ്പാഷൻഷിപ്പും എല്ലാം നിലനിന്ന് പോകും. സ്ട്രോങ് മാരേജ് അഡാപ്റ്റ്സ് ടു ദീസ് ചേഞ്ചസ് ബൈ ഫോക്കസിംഗ് ഓൺ ഇമോഷണൽ ഇന്റിമസി, കമ്പാനിയൻഷിപ്പ് ആൻഡ് ഷെയർഡ് ഗോൾസ്. ഒരു ഗുഡ് സെക്സ് ഉണ്ടായെന്ന് വെച്ചിട്ട് നല്ല ജീവിതം ഉണ്ടാവുന്നില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഗുഡ് സെക്സ് ഉണ്ടാവാം, അത് ഉറപ്പാണ്. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു സെക്ഷലി നമ്മൾ വീക്ക് ആവുകയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു കപ്പിൾസ് വന്ന സമയത്ത് ആള് വീൽ ചെയറിലാണ്, ഒരു പ്രണയ വിവാഹിതനാണ്. പ്രണയത്തിന് മുന്നേ ആള് വീൽ ചെയറിലായിരുന്നില്ല, വീൽ ചെയർ ഉള്ളപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. ആളുടെ ആവശ്യം ഭാര്യനെ കൗൺസിൽ ചെയ്തിട്ട് പുള്ളിക്കാരി വേറെ കല്യാണം കഴിച്ചിട്ട്, ബിക്കോസ് ദർ ഇസ് നോ സെക്ഷൽ റിലേഷൻ, ഇന്റിമസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വൈഫിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ, മാം ഞാൻ ഒരാളെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഇതൊക്കെ ഉണ്ട്, പക്ഷെ അല്ല എനിക്ക് വേറെ ഒരാളെ കല്യാണം സെക്സ് ഒക്കെ കിട്ടായിരിക്കും, പക്ഷെ ഇപ്പൊ ഇദ്ദേഹം തന്നെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ, എനിക്കിപ്പോ സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, സെക്സ് മാത്രം ഇല്ലാന്നേ ഉള്ളൂ, അതെനിക്കിട്ട് കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു ഇമോഷണൽ സപ്പോർട്ടും അതുപോലെ തന്നെ പാഷനും അതുപോലെ ഇമോഷണൽ ഇന്റർനെസി കമ്പാനിയൻഷിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ആ സെക്സ് എന്ന കാര്യവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. ഇനി അത് കുറഞ്ഞു വരികയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാർഡിയക് പ്രോബ്ലം ഒക്കെ ഈ സാധനങ്ങളൊക്കെ അത് കോപ്പ് ചെയ്ത് പോകും. അതാണെങ്കിൽ ഈ സെക്സ് മാത്രം വിചാരിച്ച് ആളുകൾ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡിക്ലൈൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതാണ് അതർ ആസ്പെക്ട്സ് ഓഫ് മാരേജ് more in long run, matter more in long term. Trust, financial compatibility, mutual respect and problem solving skills determine long term happiness more than sex alone. ഇതൊക്കെ ഉണ്ടെങ്കിൽ സെക്സും പ്രധാനപ്പെട്ടതാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ സെക്സ് ഇല്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. Okay, a couple with great physical intimacy but constant financial stress or trust issues may still face relationship breakdowns. കേട്ടോ, ട്രസ്റ്റ് ഇഷ്യൂ, നല്ല സെക്സ് ഉണ്ട് പക്ഷെ ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ ആ ബന്ധം പതുക്കെ ഡിക്ലൈൻ ആണ്. ഒരു നല്ല സെക്സ് മാത്രമാണ് നിങ്ങൾ ഈ ബന്ധം നിലനിർത്താൻ മാനദണ്ഡമെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്യാം. Okay, emotional disconnection can affect sexual intimacy. If a couple has unresolved conflict, resentment, lack of emotional closeness, even a good sexual relation may eventually suffer. കണ്ടോ, ഇമോഷണൽ കണക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഈ പരിപാടിക്ക് നിൽക്കുമ്പോൾ ഇതിനോളം വെറുപ്പുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല കേട്ടോ. ഇഫ് വൺ പാർട്ട്ണർ ഫീൽസ് അൺഅപ്രീഷിയേറ്റഡ് ഔട്ട്സൈഡ് ദ ബെഡ്റൂം, ഇന്റിമസി മേ ഫീൽ ലൈക്ക് എ റൂട്ടീൻ റാദർ ദാൻ എക്സ്പ്രഷൻ ഓഫ് ലവ്. അല്ലെ, ബെഡ്റൂമിന് പുറത്ത് അയാളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ സ്ത്രീക്കും അല്ലെങ്കിൽ പുരുഷനും ഭയങ്കര ആ റിലേഷൻഷിപ്പ് സംഘമായിട്ട് തോന്നും. എനിക്ക് ആ സെക്സ് പോലും ഭയങ്കര വിയേർഡായിട്ട് തോന്നും. അതായത് ഔട്ട്സൈഡ് ബെഡ്റൂം ഒരു കണക്ഷനും ഇല്ല, ഇൻസൈഡ് മാത്രം ഭയങ്കര മോശമായിട്ട് തോന്നും. സോ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്, ഒരു ഗുഡ് സെക്സിന് നിങ്ങൾക്ക് നല്ല ലൈഫ് എന്താ പറയാ ഉറപ്പുവെക്കാൻ പറ്റില്ല. അതേസമയം ഇമോഷണൽ സ്ട്രോങ് മാരേജസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇന്റിമസി, കമ്പാനിയൻഷിപ്പ്, ഷെയർഡ് ഗോൾസ്, മ്യൂച്വൽ റെസ്പെക്ട്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെക്സും അടിപൊളിയായിരിക്കും. ഇനി സെക്സ് അഥവാ ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഗുഡ് സെക്സിന്റെ ബാക്കി ഇതൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഈ സെക്സിന് എവിടെയെങ്കിലും ഡിക്ലൈൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതൊക്കെ മടുക്കും.
പിന്നെ എപ്പോഴും ഏജ് ആയെന്ന് വെച്ചിട്ട് എപ്പോഴും പുതുമകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം. ഒരു ഔട്ടിങ് പോണതൊക്കെ അതിന് വളരെ പ്രധാനം തന്നെ. അതായത് നിങ്ങൾ മാത്രമായിട്ട് റൂം ചേഞ്ച് ചെയ്യുക, അപ്പുറത്തെ പാർട്ട്ണർ അനുസരിച്ചിട്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം സെക്സിൽ തന്നെ പ്രിഫറൻസ് ഭയങ്കര ഉണ്ടാവും. ചിലവർക്ക് നല്ല നമ്മുടെ പാർട്ട്ണർ പ്രഷറൊക്കെ ചെയ്ത് കുളിച്ചൊരുങ്ങി വരുന്നതായിരിക്കും ഇഷ്ടം. ഹസ്ബൻഡ്സും കേട്ടോ, ഹസ്ബൻഡ് ഇങ്ങനെ വന്നാലാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചില ചില ആളുകൾക്ക് നേരെ ഫെറമോൺ, അതായത് ഒരു പിന്നെ വിയർപ്പിന്റെ സ്മെല്ലായിരിക്കും ഇഷ്ടം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാർട്ട്ണർ. സോ അത് നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. ഞാൻ എങ്ങനെ ബെഡ്റൂമിൽ വേണമെന്ന് എന്റെ പാർട്ട്ണറോട് ഞാൻ ചോദിക്കണം, അദ്ദേഹത്തിന് എന്ത് വേണമെന്ന് ഞാനും ചോദിക്കണം. അപ്പൊ ആ ഒരു ഇന്റിമസി വർക്ക്ഔട്ട് ആകും. അതേപോലെ തന്നെ ഇപ്പൊ ചില കാര്യങ്ങൾ പാർട്ട്ണർക്ക് ഇഷ്ടമല്ല, നിങ്ങൾ തുറന്ന് പറയണം, എനിക്കത് ബുദ്ധിമുട്ടാണ്, അത് അപ്പുറത്തെ ആൾ അക്സെപ്റ്റ് ചെയ്യുകയും വേണം. ഇത് പറയാതെ ഇരിക്കുകയും നമ്മൾ സഫർ ചെയ്ത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഒരു കോഞ്ഞാട്ടേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ പിള്ളേർക്ക് സെക്ഷൽ ഡിസ്ഫങ്ഷന്റെ ക്ലാസ് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, ഇന്റേൺഷിപ്പ് ആയിരിക്കും. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇസ് നോട്ട് നെസസറി ഇൻ എ മറൈറ്റൽ സിസ്റ്റം. എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം. എന്റെ പൊന്നു മക്കളെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് പുള്ളിക്കാരൻ ചെയ്ത് ചിലപ്പോ ഞാൻ പറഞ്ഞേ എടുക്കുന്ന എഫേർട്ടിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓ ഇതാണോ, അപ്പോ ആ രീതിയിൽ നമ്മൾ പിന്നീട് അവർക്ക് ചെയ്യാൻ തോന്നൂല. എന്തും നല്ല കറി വെച്ചു അത് അപ്രിസിയേറ്റ് ചെയ്യണം. അപ്പൊ കുറെ ദിവസം അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ പിറ്റത്തെ ഒരു ദിവസം നമുക്ക് ഇടയ്ക്ക് ഉപ്പ് കുറവുണ്ട് കേട്ടോ, നീ നോക്കണേ, അല്ലെങ്കിൽ ആ കറി എത്ര കണ്ട് വന്നാലും അത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം നമ്മൾ അത്രയും അപ്രിസിയേറ്റ് ചെയ്യണം. ഇത് പല പാർട്ട്നേഴ്സും ചെയ്യുന്നത്, നല്ലത് ചെയ്താൽ തീരെ അപ്രിസിയേറ്റ് ചെയ്യില്ല. പക്ഷെ എന്തെങ്കിലും തെറ്റ് വരുമ്പോഴത്തേ അപ്പത്തേക്ക് വിളിച്ചു പോലും ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. എപ്പോഴും നമ്മള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളത്, താങ്ക് യു കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അപ്രിസിയേറ്റ് ചെയ്യാൻ. ഈ മക്കളെ ഇങ്ങനെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിനെ കൊണ്ടാണ് ഞാനും മക്കളും ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം. അപ്രിസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Positive feedback is essential for a healthy and lasting marriage. Couples who regularly express appreciation, validation, and encouragement tend to have stronger emotional bonds, better communication, and higher relationship satisfaction. അപ്പം എന്നോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പോലും തുറന്നു പറയാറുണ്ട്, എനിക്ക് എന്റെ ഹസ്ബൻഡ് ഓരോ കാര്യം അത് അദ്ദേഹം എന്നോട് ഒത്തിരി പറയാറുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഓരോ കാര്യങ്ങളും ഇപ്പം ഞാൻ എന്റെ സക്സസും അല്ലെങ്കിൽ എന്റെ ഒരു സന്തോഷവും പങ്കുവയ്ക്കുക അദ്ദേഹത്തോട് മാത്രമാട്ടോ. അപ്പം ഏതെങ്കിലും പേഷ്യൻസ് ഒക്കെ റിക്കവർ ആയി പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പോയിട്ട് ഭയങ്കര സന്തോഷം പറയുമ്പോൾ ആള് തന്നെ പറയും, നീ പൊളിയല്ലേ, നിന്നെ ഇതിനായിട്ടായിരിക്കും, എന്തൊരു അച്ചീവ്മെന്റ് ആണെന്നൊക്കെ പുള്ളി പറയുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന സന്തോഷം, ഭയങ്കര പുതിയൊരു എനർജി കിട്ടും. ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ക്ലയൻസ് അയക്കുന്ന ഫീഡ്ബാക്സ് ഒന്നും ഞാൻ സാധാരണ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരു ക്ലയന്റിന്റെ ഇപ്പൊ നിങ്ങളൊക്കെ അയക്കുന്നത് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്, പക്ഷെ എന്റെ ക്ലയൻസ് അയക്കുന്നത് എനിക്ക് മാത്രം സന്തോഷിക്കാനുള്ള സാധനമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ക്ലയൻസ് അയക്കുന്നൊന്നുമില്ല, പക്ഷെ ഞാൻ പുള്ളിക്കാരനെ കേൾപ്പിച്ചു കൊടുക്കും. അവരിങ്ങനെ അവര് ഓക്കെ ആയി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ചില ഉമ്മമാരൊക്കെ പറയുന്നത് മോൾ റിക്കവറായി, ദൈവം മോൾ അനുഗ്രഹിക്കും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് മോക്ക് വേണ്ടി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഹാപ്പിയാണ്. അതൊക്കെ പോയി പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണ്ണിൽ നോക്കി ഐ ഫീൽ ദാറ്റ് എന്താ പറയുക, തിളക്കം കാണാം കണ്ണില്. അപ്പോൾ നമുക്കൊരു അഭിമാനം തോന്നും, അതൊരു പുതിയ എനർജിക്ക് കാരണമാവാറുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ മുന്നോട്ടേക്ക് പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം. പോസിറ്റീവ് ഫീഡ്ബാക്ക് അത് ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ടാക്കും. കാരണം എല്ലാവരും എഫേർട്ട് എടുത്ത് നമുക്ക് എപ്പോഴും കുറ്റം പറയാനാ സമയമുള്ളത്. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മക്കളുടെ കാര്യത്തില് പുള്ളിക്കാരന്റെ ബിസിനസ് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഇപ്പൊ മക്കളെ സ്കൂളിൽ കൊണ്ടേക്ക് ആക്കുന്നതായിക്കോട്ടെ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ എപ്പോൾ ക്ലിയർ ചെയ്യാനോ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്, ആളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ട് എന്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ ഇത് അപ്രിസിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഞാനൊക്കെ ചെയ്തിട്ട് ഇവിടെ ഒന്നും പറയുന്നില്ലല്ലോ എന്നൊരു സാധനം വരും. അപ്പൊ അവിടെ എന്താണ് ഗ്യാപ്പ് വരും എന്നുള്ളതാണ്. സോ ഇനി ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ചെയ്യാം. ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ റിലേഷൻ. ഇനി അടുത്ത സാധനം. അപ്പൊ ഇതുവരെ ഓക്കെ ആണല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നില്ല, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ?
ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ്, ഇഫ് എ മാരേജ് ഡസ് നോട്ട് വർക്ക് ആൻഡ് എക്സ്ട്രാ മാരിറ്റൽ അഫയർ വിൽ ക്യൂർ സിറ്റുവേഷൻ. എന്റെ പൊന്നു മക്കളെ, പൂനമ്മ കുരു വന്നിട്ട് ആ കുരു പഴുത്ത് അവിഞ്ഞ പോലെയാണ് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ, EMR എന്ന് പറയുന്നത്. അത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് വേണ്ടെങ്കിലും മാന്യമായിട്ട് പറഞ്ഞാണ്ട് പോരാ, എന്നിട്ട് വേറെ ഒരാളെ കല്യാണം കഴിക്കുക. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻ അങ്ങ് കട്ട് ചെയ്യാം. ഒരിക്കലും ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. നല്ല കളർഫുൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് കേൾക്കുന്നതിനെ കൊണ്ട് പറയാണ്, വള്ളിയാണ്. ചിലതിനൊക്കെ ഊരിയെടുക്കാൻ ഞാൻ പെട്ട പാട് ചെറുതൊന്നുമല്ല, ഭയങ്കര. ഈ അടുത്തൊരു രസകരമാണ് എന്നാലും പറയണ, ഈ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നേ. ബൗണ്ടറീസ് വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബൗണ്ടറീസ് മക്കളെ, ബൗണ്ടറീസ് ഒരു 10 പേജിക്ക് പഠിപ്പിക്കാനുണ്ട്. ബൗണ്ടറീസ് ഫാമിലി തെറാപ്പി ഇതോടെ തീർന്നില്ല. നമ്മുടെ കുട്ടിക്ക് 10 പേജ് ബൗണ്ടറിയാണ്. ബൗണ്ടറി മാത്രം പഠിപ്പിക്കാനുണ്ട്, പഠിപ്പിക്കണം. ഇത് ഇപ്പൊ ഫാമിലി തെറാപ്പിയിൽ ഞാൻ ഇതിപ്പോ ഫ്രീ ക്ലാസ് ആക്കാനുള്ള കാരണം അത് നമ്മൾ ആദ്യം നമ്മൾ നന്നാക്കാം, എന്നാലും നമുക്ക് വരുന്ന പാർട്ട്നേഴ്സിനെ നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് അതിലൊരു കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യാത്ത വ്യക്തി, ഞാൻ ഇത് പറയുമ്പോ എനിക്കൊരു ഗിൽട്ട് അടിക്കും. ബൗണ്ടറി ഭയങ്കരമാണ്. ഓരോ ബൗണ്ടറി ഉണ്ട്. ഞാനിപ്പം ഞങ്ങളുടെ ഫാമിലി തെറാപ്പി ക്ലാസ്സിലെ പാരന്റ്സ് ബൗണ്ടറി, സിബ്ലിംഗ് ബൗണ്ടറി, ഇൻലോ ബൗണ്ടറി എന്നൊക്കെ പറഞ്ഞ് തരം തിരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എക്സ്ട്രാ ഞാൻ പറഞ്ഞു തന്ന കഥയിലേക്ക്, പുള്ളിക്കാരന് ഒരു 50+ ആണ്, പുള്ളിക്കാരൻ അഫെയർ ഒരു 40+ ആയിരുന്നു. അപ്പോ പുള്ളിക്കാരൻ എന്റെ അടുത്ത് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബ്രേക്കപ്പ് ആയി. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അയാളുടെ ലവറിന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ ഇവളും എന്താക്കി, ഇപ്പൊ ഭർത്താവ് ഭയങ്കര ടോക്സിക് ആയപ്പോ പുള്ളിക്കാരി കണ്ടെത്തിയ ഒരു എന്തായിരുന്നു ആശ്വാസമായിരുന്നു എക്സ്ട്രാ മാരിറ്റൽ. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് ഇനി ഫ്രീഡാണ് വേണ്ടത്, നിങ്ങൾ ഒരാളെയും കൂടെ തലയിൽ കൊണ്ടുനടക്കാനുള്ള സൗകര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോയതാണ്. പക്ഷെ ഇയാൾക്കത് ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഞാനിങ്ങനെ വെച്ചു, നിങ്ങളുടെ ഭാര്യയാണ് ഇത് ചെയ്യുന്നതെങ്കിലോ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അവര് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ കാലത്ത് അവരെ മക്കളെയും നോക്കിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വളരാൻ വേണ്ടി പറ്റിയത്. അപ്പോ ആ ഒരു വ്യക്തിയോട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞു അവസാനം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, നിങ്ങൾ ഇത്രയും ലോയൽ ആയിട്ടുള്ള ഒരു ഭാര്യയോട് ചെയ്ത കർമ്മപ്പോ അവൾക്ക് ഒന്നിനോട് താല്പര്യമില്ല, അവളിങ്ങനെ അതിന് നിങ്ങൾ എന്താക്കാം, ആ സ്ത്രീനെ ഒരു കൗൺസിലിംഗ് കൊണ്ടുപോവാം, എന്നിട്ട് ഇതാക്കാം. അല്ലാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ ഒരാളെ പോയിട്ട് കണ്ടെത്തല്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ട ആ സ്ത്രീയോട് പറയാം. An extramarital affair does not fix a troubled marriage. It worsens trust issues, emotional pain, and long-term relationship dissatisfaction. തമ്മിൽ അറിഞ്ഞ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Affairs often provide temporary escape ഒക്കെ കിട്ടായിരിക്കും, but do not address the underlying marital problem. നിങ്ങൾ മാരേജ് പ്രോബ്ലത്തിന് പരിഹാരമായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചു, അത് വലിയ വള്ളിയാവാനാണ് ചാൻസ്. ആൻഡ് ചിലപ്പോൾ കർമ്മ തരുന്ന പണി 8ന്റെ ആയിരിക്കില്ല, 16ന്റെ ആയിരിക്കും. ഒരുപാട് കേസ് എക്സ്ട്രാ മാരിറ്റൽ ഇവിടെ കാണുന്നത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ഒട്ടും പറ്റാത്താണെങ്കിൽ സെപ്പറേറ്റ് ആവുന്നതോ ഡിവോഴ്സ് ആവുന്നതോ തന്നെയാണ് നല്ലത്. ഹസ്ബൻഡ് ഒട്ടും ശരി, അല്ലെങ്കിൽ വൈഫ് ഒട്ടും ഇതാക്കുന്നില്ല. ഈ ഒരു സാധനം ഞാൻ സെക്കൻഡ് മാരേജിലൊക്കെയാണ് അധികം കണ്ടിട്ടുള്ളത്. സെക്കൻഡ് മാരേജ് പിന്നെ ഒട്ടും ഓക്കെ ആയിട്ടില്ലെങ്കിൽ അവർക്ക് ആ സഹിച്ച് പിടിച്ച് നിൽക്കുന്നത്. ഒട്ടും പറ്റാത്താണെങ്കിൽ ഇപ്പം നമ്മുടെ എന്തായിരുന്നു ആ കൊച്ചിന്റെ പേര്, ഈ അടുത്ത് മരിച്ച ആളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോൾ അവളെ ഡിവോഴ്സിന് സമ്മതിച്ചില്ല. അവസാനം ആ കുഞ്ഞു ജീവനും അവളുടെ ജീവനും അവൾ എടുക്കേണ്ടി വന്നു. എന്തായിരുന്നു കൊച്ചിന്റെ പേര്? ആതിരയോ? ഈ അടുത്ത ദിവസം ഭർത്താവിന്റെ ക്രൂര എന്താ യെസ് വേറൊരാളുണ്ട്. അതിലും ഫസ്റ്റ് വണ്ണാണ് ഗൾഫിൽ വെച്ച് ആത്മഹത്യ ചെയ്ത കൊച്ചാണ്. ഡിവോഴ്സ് കൊടുക്കുക എന്ത് നമ്മളെ വേണ്ടാത്ത കാര്യം കാരണം ആ കൊച്ചിന് ഈ വിത്ത് കാരണം ആ കൊച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. സെപ്പറേഷൻ ആൻഡ് ഡിവോഴ്സ് റെപ്രസെന്റ് എ ഫെയിലിയർ ഓഫ് മാരേജ്. സെപ്പറേഷനും ഡിവോഴ്സും അല്ല, ഫെയിലിയർ അല്ല. ഇപ്പൊ ഒരു മാരേജ് വർക്ക്ഔട്ട് ആവില്ലെങ്കിൽ അതിൽ കടിച്ച് തൂങ്ങി നിൽക്കാൻ പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പൊ സെപ്പറേഷൻ ആൻഡ് ഡിവോഴ്സ് ഓൾവേസ് മീൻസ് ഫെയിലിയർ എന്നുള്ളത് എന്താണ്? മിത്താണ്. They can sometimes be necessary steps towards personal growth, emotional well-being and healthier relation. ഞാൻ
പിന്നെ ഫാമിലി തെറാപ്പി എടുത്തിട്ട് എൻ്റെ ഒരു ലൈൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒട്ടും പറ്റാത്താണെങ്കിൽ കറക്റ്റ് പറയും, മക്കളെ ഇത് മുന്നോട്ട് പറയുന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ആദ്യപടിയായിട്ട് 2-3 മാസം സെപ്പറേറ്റ് ചെയ്ത് നിർത്തും. അതിനുശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നിച്ച് ചേർക്കാൻ നോക്കും. അല്ലാണ്ടാണെങ്കിൽ നമ്മൾ ഡിവോഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യും. While marriage is ideally a lifelong commitment, ആണ് ഐഡിയലി പറയാം ജീവിതകാലം മൊത്തം എന്നാണ്. Staying in a toxic, unhealthy relationship can be more damaging than ending. കണ്ടോ അതിൽ തന്നെ നിൽക്കുന്നത്, കണ്ടോ ജീവൻ വരെ നഷ്ടമായി. ആ കൊച്ചു ജോലിയൊക്കെ ഉണ്ട്, ഡിവോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആ കൊച്ചും അതിന്റെ ഭാവിയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. നമ്മൾ സമൂഹത്തിൽ സെപ്പറേഷനും ഡിവോഴ്സും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. വേണ്ടാത്തൊരു സാധനം കൊണ്ട് നടക്കരുത്. ഇപ്പൊ ഇപ്പൊ നമ്മൾ എല്ലാ കാര്യവും നോക്കുന്നുണ്ട്, പക്ഷെ നമ്മളോട് യാതൊരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷനും ഇല്ല. കുറച്ചൊന്നും മടുക്കും നമുക്ക്. അപ്പൊ ഒരു കൗൺസിലിംഗ് ആയിക്കോട്ടെ, എന്നിട്ടും ആള് മാറുന്നില്ല. പിന്നെ എന്തിനാണ് ആ പാഠം ചുമക്കുന്നത്? 16 മിത്സ് ആണ് നമ്മള് ഒരു 3 ക്ലാസ് കൊണ്ട് തീർത്തിട്ടുള്ളത്. മാരേജ് വിൽ ഫിക്സ് ഓൾ പ്രോബ്ലംസ്, ഹാപ്പി കപ്പിൾസ് നെവർ ഫൈറ്റ്, മാരേജ് മീൻസ് losing personal freedom, love is enough to sustain a marriage, having a baby will strengthen a troubled marriage, marriage is safe for everyone, marriage means your partner will change, a perfect marriage is effortless, if you marry the right person everything will be easy, marriage kill romance, marital partner should be completely honest with one another, marital partner should be as unselfish as possible, a good sexual relationship will inevitably lead to good marriage, positive feedback is not necessary in a marital system. If a marriage does not work, an extramarital affair will cure the situation. Separation and divorce represent a failure of marriage. ഇത്രയും പറഞ്ഞു തന്നതിനാണ് മിത്സ്. ഇതാണ് കപ്പിൾസ് പറയുന്നെങ്കിൽ ഇത് മിത്താണെന്ന് കൊണ്ട് ഇതിന് റിയാലിറ്റി ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് സോക്രട്ടിക്ക് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് ബിൽഡിംഗ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് മാരേജ് ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് പറയാം. കമ്പണൻസ് ഓഫ് എ ഫങ്ഷണൽ ഫാമിലി. ഒരു ഫങ്ഷണൽ ഫാമിലിയുടെ കമ്പണൻസ് എന്തൊക്കെയാണ്? ഉട്ടോപ്പിനാണ് കേട്ടോ. എന്താ ഉട്ടോപ്പിന്റെ പ്രത്യേകത? അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫങ്ഷണൽ ഫാമിലി ഒന്നും കാണാൻ പറ്റൂല എന്നാണ്. കണക്റ്റഡ്നെസ്, അതായത് കണക്റ്റഡ് ടു എവറിത്തിങ്, അറ്റാച്ച്ഡ് ടു നത്തിങ് എന്നാ പറയാം. അപ്പം കണക്റ്റഡ് ആവാം, അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അയാൾ എപ്പോഴും എനിക്ക് പോയി ചോർന്നോ ചായ വെച്ചോ അതല്ല, കണക്റ്റഡ് ആവുക, ഒരുപാട് അറ്റാച്ച്ഡ് ആവാൻ വേണ്ടി. ഒറ്റ സെക്കൻഡ്, ബാങ്ക് വിളിക്കുന്നുണ്ട്. ഒറ്റ സെക്കൻഡ്.
ഇപ്പൊ കമ്പോണൻസ് ഓഫ് എ ഫങ്ഷണൽ ഫാമിലിയിൽ വരുന്നത് ഫസ്റ്റ് വൺ കണക്റ്റഡ്നെസ് ആണ്. കണക്റ്റഡ് ടു എവറിഥിങ്, അറ്റാച്ച്ഡ് ടു നത്തിങ് എന്നാണ്. പാഷൻ, ഇന്റിമസി, കമ്മിറ്റ്മെന്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ റെസ്പെക്ട് ഫോർ ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ചില ഇഷ്ടങ്ങള്, അയ്യേ നീ ഡ്രസ്സാണ് ഇടുന്നത്, അയ്യേ നിങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നത്, അയ്യേ ഇതൊന്നും പാടില്ല. ഡ്രസ്സ്, കളറ്, ഡിസൈന്, റിലീജിയസ് ബിലീഫ്, ഗ്രൂമിങ്, പൊളിറ്റിക്സ് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അത് റെസ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ 2 പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കും, 2 റിലീജിയസ് ബിലീഫ് ഉള്ളവരായിരിക്കും, ഒരേ റിലീജിയൻ ഉണ്ടാക്കി 2 ബിലീഫ് ആയിരിക്കും. അപ്പൊ അപ്പുറത്തെ ആൾക്ക് കളിയാക്കാതിരിക്കുക, റെസ്പെക്ട് ചെയ്യാം. ഭയങ്കര വേണ്ടതാണ് മ്യൂച്വൽ റെസ്പെക്ട്. ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇക്വാലിറ്റി അല്ല, ഇക്വിറ്റി. ഇപ്പൊ ഭാര്യക്കാണ് ഫിനാൻസുകാർ നല്ലോണം കൈകാര്യം ചെയ്യാൻ അറിയുന്നത്, ഭാര്യനെ ഏൽപ്പിക്കാം. ഓരോ കഴിവ് ആർക്കാണുള്ളത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി ഞാനാണ്, 2 പേരും ചെയ്യാറുള്ളത്. അതേസമയം ടെക്നിക്കൽ സൈഡ് കംപ്ലീറ്റ്ലി ഹസ്ബൻഡാണ് ചെയ്യാറുള്ളത്. അത് എനിക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നന്നായിട്ടുണ്ട്, പുള്ളിക്കാരൻ അത് കുറച്ച് കുറവാണ്. നേരെ പക്ഷെ എനിക്ക് ടെക്നിക്കൽ സൈഡ് തീരെയില്ല. അതാണ് ഇക്വിറ്റബിൾ ഷെയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ നർച്ചറൻസ് വേണം, കെയർ, പ്രൊട്ടക്ട്, സപ്പോർട്ട് എല്ലാ കാര്യത്തിലും. ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി വേണം, അതായത് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം. ഇപ്പൊ ഫ്യൂച്ചർ 10 വർഷത്തിന് ശേഷമുള്ള ഫ്യൂച്ചർ ഒന്നല്ല, ഈ ഒരു വർഷവും അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങൾ പോവുക. ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി. പിന്നെ അഡാപ്റ്റബിലിറ്റി, അതായത് ഫ്ലെക്സിബിലിറ്റി. ഇപ്പൊ പെട്ടെന്നൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അത് അഡാപ്റ്റ് ചെയ്യാനും അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കല്യാണം കഴിക്കുന്ന സമയം വരെ സിസ്റ്ററിലോ അവരുടെ വീട്ടിലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരി ഡിവോഴ്സ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കുറെ കാലം കഴിഞ്ഞ് വരികയാണ്. അവിടെ നമുക്ക് അഡാപ്റ്റ് ചെയ്യണം. കാരണം ആ പുള്ളിക്കാരിക്ക് വരാൻ ആ പുള്ളിക്കാരുടെ വീട് മാത്രമേ ഉള്ളൂ. അവിടെ ഫ്ലെക്സിബിൾ ആവാം. അതിന് മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് തീരുമാനമെടുക്കണം. പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾക്കുള്ള ഇമോഷൻ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം, എമ്പതിയിൽ റെസ്പോൺസ് ചെയ്യാം. അപ്പൊ അപ്പുറത്തെ ആളുടെ ഭാഗം കൂടി ചിന്തിക്കാം. പിന്നെ അയാളുടെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ വഴക്കൂടുമ്പോ അപ്പുറത്തെ ആളുടെ ഭാഗം കൂടി ചിന്തിച്ചാൽ മതി. അയാള് അമ്മയുടെ ഭാഗത്ത് നിൽക്കുന്നത് അമ്മ അത്രയും സ്നേഹിച്ച് അയാൾക്ക് വേണ്ടി അമ്മ ജീവിച്ചതാണ് എന്ന് വെച്ച് എന്നെ ദ്രോഹിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അയാളെ മനസ്സിലാക്കാം, അയാള് പാവമാണ്, അയാൾക്ക് അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ അതേ സമയം തന്നെ എന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യാം. എമ്പതി വേണം. പിന്നെ റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. എന്തെങ്കിലും റൂൾസ് ഉണ്ടെങ്കിൽ അത് വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ പറയാം. എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻസ് ആയി പോകില്ല. സംസാരിച്ച് അതിപ്പോ ചില തവണ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാം. പിന്നെ പ്ലഷറബിൾ ഇന്ററാക്ഷൻ, ഇതും നിർബന്ധമാണ്. അപ്പൊ ഒരു ഫാമിലി ഫങ്ഷണൽ ആവണമെങ്കിൽ കണക്റ്റഡ് ആയിരിക്കണം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് റെസ്പെക്ട് ചെയ്യണം, ഈക്വാലിറ്റി അല്ലെ, ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പൊ മക്കളുടെ കാര്യത്തില് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബുക്സ്, പേപ്പർ കൊണ്ടുവിടല്, എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡാണ്. അവരുടെ ബാക്കിയുള്ള സൈഡ് സ്കൂളിൽ പോവുക അല്ലെങ്കിൽ സംസാരിക്കുക. അപ്പൊ PTA ഞാനാണുള്ളത്. അപ്പൊ അത് അദ്ദേഹത്തിന് ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള അതൊക്കെ ഞാനാണ് ചെയ്യാറുള്ളത്. അപ്പൊ ആ ഒരു ഇക്വിറ്റബിൾ ഷെയറിംഗ് എപ്പോഴും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നർച്ചറൻസ്, കെയറും പ്രൊട്ടക്റ്റും. ഇപ്പം ഭാര്യനൊന്ന് പെറ്റ് നെയിം വിളിക്കുന്നതും ഭർത്താവിന് പിന്നെ ഒന്ന് വെള്ളം ചൂടാക്കി ഒന്ന് കുളിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ നർച്ചറൻസിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓർഗനൈസേഷൻ സ്റ്റെബിലിറ്റി, എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റെബിലിറ്റി, എസ്പെഷ്യലി ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അഡാപ്റ്റബിലിറ്റി. എപ്പോഴും ഞാൻ പിടിച്ച മൊയലിന് 3 കൊമ്പ് എന്ന് വിചാരിക്കാതെ അത് ഫ്ലെക്സിബിൾ ആവാൻ നോക്കുക. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. നല്ല രീതിക്ക് ഇമോഷൻസ് പറയുന്നത്. പിന്നെ എപ്പോഴും അപ്പത്താണ്ട് ഭാഗവും ചിന്തിച്ചാൽ നമുക്ക് കുറെ ആശ്വാസം കിട്ടും. നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ആളെ പറ്റി ചിന്തിക്കുക, നിങ്ങളായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് എന്തായിരിക്കും ചെയ്യുക എന്നും കൂടെ ചിന്തിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ദേഷ്യത്തോടെ അല്ലാതെ നിങ്ങളുടെ ഇമോഷൻസ് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. അത് നിങ്ങളുടെ റിലേഷന് കൂടുതൽ ആക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെയാ ചെയ്യാറുള്ളത് അടുത്ത ക്ലാസ്സിലാണ് കേട്ടോ നമ്മൾ കറക്റ്റ് പഠിപ്പിക്കും. ബിൽഡിംഗ് എ ഹെൽത്തി മാരേജ്. ഓക്കെ ആണോ? 1.5 മണിക്കൂറായിട്ടോ. എല്ലാവരും ഇരുന്നിട്ടുണ്ട്. വളരെ കുറച്ച് പേര് ഒരു 1.25 മണിക്കൂറൊക്കെ ലെഫ്റ്റ് ആയി പോയതാണ്. ഹൗ വാസ് ദ സെഷൻ? ഹൗ വാസ് ദ സെഷൻ? സൂപ്പർ മാം. That's very nice, ma'am. ഹലോ, ഒരു നിർദ്ദേശമുണ്ട്. എന്തോ ഒരു നിർദ്ദേശമുണ്ട്.
എന്താണ്? വോയിസ് ബ്രേക്ക് ആകുന്ന സമയത്ത് ആ റെക്കോർഡിംഗ് ഓഫ് ചെയ്യണം. അതേപോലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് റെക്കോർഡിംഗ് ഓഫ് ചെയ്യണം. മറ്റെന്താ പിന്നീട് അത് കേൾക്കുന്ന സമയത്ത് ഇത് ലാഗ് ചെയ്ത് ഒരു ബോറടി വരും. അതല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. എനിക്ക് മനസ്സിലായി. പ്രശ്നം എന്താണെന്ന് അറിയോ, ഞാൻ ഇവിടെ റെക്കോർഡിങ്സ് ഓഫ് ചെയ്താൽ പുതിയ റെക്കോർഡിംഗ് ആയിട്ട് അത് വരിക. അതുകൊണ്ട് റെക്കോർഡിംഗ് ഓഫ് ചെയ്യാത്ത കേട്ടോ. എന്താന്ന് വെച്ചാൽ എങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താലും മതി. എഡിറ്റ് ചെയ്യാം. ഞാൻ അതാ ഇപ്പൊ വിചാരിച്ചു. ആ ഭാഗം അതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ഈ വീഡിയോ പബ്ലിക് ആക്കാൻ വേണ്ടി പോവാണല്ലോ. അപ്പൊ ഞാനത് കേട്ടിട്ട് ആ വോയിസ് ഉള്ള ഭാഗം ഈ വീഡിയോയിലെ എല്ലാ വീഡിയോയും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണേ പ്രശ്നം തീരും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഇസ്മായിക്ക. അപ്പൊ എല്ലാവർക്കും സെഷനൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഓൺലൈൻ ഇന്റേൺഷിപ്പിലൂടെ നമ്മൾ ഇതിപ്പോ ഫാമിലി തെറാപ്പി മാത്രമല്ല, ഇത് ഇൻഡിവിജ്വൽ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫാമിലിയിലേക്ക് നമ്മൾ ഇൻഡിവിജ്വലിനെ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ഇൻഡിവിജ്വലിന് എങ്ങനെയാണ് നമ്മൾ ഇപ്പം ഫാമിലി തെറാപ്പിയിലാണ് വിത്ത് മാത്രം പഠിച്ചത്, എങ്ങനെയാണ് ബിൽഡിങ് ഹെൽത്തി മാരേജ്, ഇത് കൂടാണ്ട് ബൗണ്ടറീസ് എങ്ങനെ കീപ്പ് ചെയ്യണം, ഇത് നമ്മളും അറിയണം. നമ്മൾ അറിഞ്ഞ നമ്മുടെ പേഷ്യൻസിന് നമുക്ക് കറക്റ്റ് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ അടുത്ത ബാച്ച് നെക്സ്റ്റ് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അഡ്മിഷൻസ് ഒക്കെ ഓപ്പൺ ആണ്. കുറെ പേര് ജോയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് മുതലേ അങ്ങ് പോവാണെങ്കിൽ വളരെ നന്നായിരിക്കും. റെക്കോർഡിങ്സ് ഉണ്ടായിരിക്കും. ഇപ്പം ലൈവ് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു കുഴപ്പമില്ല. അന്നത്തെ റെക്കോർഡിങ്സ് അന്ന് തന്നെ വരും. അത് ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന റെക്കോർഡിങ്സ് വേറെ വേറെ തന്നെ ഇടാറുള്ളത്. അപ്പൊ ഹോപ്പ് ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ്. ഓഫ്ലൈൻ ആകുമ്പോൾ സാറ്റർഡേ സൺഡേ ആണോ ഉണ്ടാവുക? അല്ല, തിങ്കൾ മുതൽ ശനി വരെയാണ് ഉണ്ടാവുക. അത്രയും ദിവസം ഉണ്ടാവും അല്ലേ? മോർണിംഗ് ടു ഈവനിങ് അല്ലേ? മാത്രം കൊടുത്താൽ ഇതിന് കണ്ടിന്യൂഷൻ കിട്ടില്ല. അറിയാനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോകേണ്ട പ്രോസസ് ആണല്ലേ? ശരി, ഓക്കെ, താങ്ക് യു മാം. ഓ മാം, ഞാൻ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ, ഒന്ന് റിപ്ലൈ തരണേ. ആയിക്കോട്ടെ കേട്ടോ. വാട്സപ്പ് ഇപ്പൊ നോക്കൽ ഇച്ചിരി കുറവാണ്, നല്ല തിരക്കാണ്, അതിനെ കൊണ്ടാണ്. നോക്കാം. ഓക്കെ. Okay, ma'am. Thank you.